ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലമാണ്. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു പാഷനേറ്റ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്ത ഓപ്പർച്യൂണിറ്റിയാണ് വെൽനസ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഗനൈസേഷനിൽ വരാൻ പറ്റി. ഇത്രയും വലിയൊരു എന്താ പറയാ, ഇനി ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയും കൂടെയാണ് നമ്മൾ ഇന്നോട് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ശരിക്കും വെൽത്ത് ത്രൂ വെൽനസ്, അതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ പേര് തന്നെ. നമുക്കറിയാം, നല്ല ആരോഗ്യത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശരിയല്ല? നമുക്കറിയാം, പണം പോയി കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാക്കാം, അല്ലെ? നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ. ആരോഗ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ നല്ല ആരോഗ്യസ്ഥിതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിയല്ലേ? കാരണം നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ചെലവാക്കുന്ന മേഖലയും ആരോഗ്യമാണ്, നമുക്കറിയാം. അപ്പൊ ആ നല്ല ആരോഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ വഴി ഒരുപാട് കുടുംബങ്ങളിലേക്കും ആരോഗ്യവും സമ്പത്തും എത്തിക്കാൻ പറ്റുന്ന ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലൊരു ഓർഗനൈസേഷനാണ് വന്നേക്കുന്നത്. ഇന്നിപ്പോ വിന്നിംഗ് ടീം പ്ലസ് കണ്ടന്റ് ചെയ്യുന്ന ഒരു സെഷനാണ് ഇത്. ഓക്കെ, അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും മനസ്സിലാക്കുക. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാവരും ഇത് കേൾക്കാന്നുള്ളതല്ല, എല്ലാവരും ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ഡയറി, ഒരു പെൻ ഉണ്ടാവണം. കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വയ്ക്കുക. കാരണം ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിന്റെ ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു നോളജബിൾ സെഷൻ ആയിരിക്കും. എങ്ങനെ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം, അതിലൂടെ ഇതെങ്ങനെ ഈ ആരോഗ്യം നമുക്ക് സ്പ്രെഡ് ചെയ്യാം എന്നുള്ള എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും പറയുന്നുണ്ടാവും. ഈ ഒരു വണ്ടർഫുൾ സെഷൻ നമുക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. കാരണം നമ്മൾ നല്ലൊരു ഓർഗനൈസേഷനിൽ പോകുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഒരു വിന്നിംഗ് ടീം അല്ലെങ്കിൽ പ്ലസിന്റെ ഏറ്റവും വലിയ ഒരു നമ്മുടെ ഒരു ലക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതുപോലെ നോളജബിൾ സെഷൻ ചെയ്യാനുള്ള ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടെന്നുള്ള. ഇന്നിപ്പോ വെൽനസിന്റെ സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യുന്ന എത്തിയിരിക്കുന്ന വ്യക്തി, അദ്ദേഹം കോഴിക്കോട് നിന്നാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ ക്രൗൺ ഡയറക്ടർ ആണ്. ഈ ഒരു വെൽനസ് വഴി തന്നെ വളരെ സക്സസ് ക്രിയേറ്റ് ചെയ്ത ലീഡർഷിപ്പ് ആണ്. ശരിക്കും വെൽനസിനെ കുറിച്ച് ഹൈ ഡെപ്തില് ഈ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു വെൽനസ് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ലീഡർഷിപ്പ് ആണ്. നമുക്കറിയാം, ഒരു ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട്, ഡോക്ടറെ എനിക്ക് അസുഖം വരാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡോക്ടർ ഒന്നും പറയില്ല. ശരിയല്ലേ? പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് എങ്ങനെ ആരോഗ്യം നമുക്ക് നിലനിർത്താം, എങ്ങനെ ആരോഗ്യ പ്രശ്നം നമുക്ക് വരാതിരിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ ഒരു എമിനന്റ് ലീഡർഷിപ്പ് നമുക്കുണ്ട്. നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ വെൽനസ് ഗുരുവാണ്. വളരെ എന്താ പറയുക, കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും അതിനൊപ്പം സമ്പത്തും നമുക്ക് എത്തിച്ച് തന്ന, ഒരുപാട് കുടുംബങ്ങളിലേക്ക് എത്തിച്ച ആ രാഘവൻ സാറിനെ നമുക്ക് വളരെ സ്നേഹത്തോടെ മീറ്റ് ചെയ്യാം. പ്ലീസ് വെൽക്കം രാഘവൻ സാർ ഓൺ സൂം പ്ലാറ്റ്ഫോം. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാഗലേശം കൂടുതൽ പറഞ്ഞു പോയോന്ന് എനിക്കൊരു ഡൗട്ട്. ഓഡിയോ ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. ശ്രീരാഗലേശം കൂടുതൽ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്, ഒരു വെൽനസ് ഓൺട്രപ്രണർ ആണ്. ദാറ്റ്സ് ഇറ്റ്. മനോജ് സാറേ, സ്ലൈഡ് ഒന്ന്. ഓക്കെ, ഒരു വെൽനസ് ഓൺട്രപ്രണർ ആണ്. വെൽനസ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിലൂടെ സമ്പത്ത്, അല്ലെങ്കിൽ സമ്പത്തും ആരോഗ്യവും ഒരുമിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആരോഗ്യമാണോ വലുത്, സമ്പാദ്യം പൈസയാണോ വലുത്? ആരോഗ്യമാണോ? നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൽപ്പിക്കുന്നത്, പ്രയോറിറ്റി കൽപ്പിക്കുന്നത് ഹെൽത്തിനാണോ പൈസക്കാണോ? ഹെൽത്ത് 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 ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്, കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഹെൽത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. വേറൊന്നും പറയണത്, ഇത് ഞാൻ പറഞ്ഞതല്ല, വളരെ പ്രശസ്തമായ ഒരു സയന്റിസ്റ്റ് പറഞ്ഞതാണ്. നിങ്ങൾ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ആരോഗ്യം നിങ്ങളെ തന്നെ കാർന്നെടുക്കുന്നവർ. അപ്പം ആരോഗ്യം നമ്മൾ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എത്ര ശതമാനം വരെ നമുക്ക് മാർക്ക് കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഒരു 60 to 70% വരെയൊക്കെ നമുക്ക് ഹെൽത്തിന് ഒരു മാർക്ക് കൊടുക്കാം. 70% വരെ കൊടുക്കാം. അതിന്റെ മുകളിൽ നമ്മൾ ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് സംശയങ്ങൾ തുടങ്ങും, പേടി തുടങ്ങും. എന്ത് പറഞ്ഞാലും നമ്മളത് രണ്ട് രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങും. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയും ചെയ്യരുത്. അറ്റ് ദ സെയിം ടൈം
വളരെയധികം മുൻഗണന കൽപ്പിക്കേണ്ട ആവശ്യമില്ല. അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ലൈഫിന്റെ ഒരു പർപ്പസ് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് നമുക്ക് ഹെൽത്ത് ആണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടൊക്കെ ആണെങ്കിൽ നാടൻ ഭാഷയിൽ പറയും രോഗമില്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. രോഗമില്ലാത്ത അവസ്ഥ മാത്രമാണ് ആരോഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ശ്രീരാഗ് പറഞ്ഞതുപോലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി. എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവാ? നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. എന്താ ചോദിക്കുക? എന്താ ഇങ്ങോട്ട് വന്ന് എന്താ അസുഖം ചോദിക്കും. ശരിയല്ലേ? എടുത്തേ മണിക്ക് പറയാണ്, നമ്മൾ പറയണേ കുഴപ്പമൊന്നുമില്ല സാറേ, വെറുതെ വന്നതാണ്. അപ്പൊ എടുത്തേ മണിക്ക് ഡോക്ടർ ചോദിക്കും എന്തിനാ കൂടെ വന്നതെന്ന് ചോദിക്കും. ശരിയല്ലേ? അപ്പം ഡോക്ടറെ കാണാൻ പോകുന്നത് ഒന്നുകിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ. രോഗവും അസുഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. രോഗം രോഗാണുക്കളാണ് ഉണ്ടാക്കുന്നെങ്കിൽ അസുഖം സുഖമില്ലാത്ത അവസ്ഥയാണ്. രണ്ടും രണ്ടാണ്. ശരിയല്ലേ? അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് ഓഫ് എ പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യം, ഞാൻ ജിമ്മിൽ ഡെയിലി പോകുന്നയാളാണ്. എങ്ങനെയെങ്കിലും ആഴ്ചയിൽ ഒരു 4-5 ദിവസം, മിനിമം 4 days, ഒരു 5 days വരെ ഞാൻ വീക്കിലി ജിമ്മിൽ ഹിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഫിസിക്കൽ ഹെൽത്ത്, അപ്പൊ അവിടെയൊക്കെ നല്ല ഫിസിക്കൽ ബോഡി സ്ട്രക്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ ട്രെൻഡ് മാറി. ഇന്നെന്ന് പറഞ്ഞാൽ ലീൻ മസിൽ മാസ് ആണ്. ഇന്ന് ബോഡി ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ല, ലീൻ മസിൽ മാസ് ആണ്. അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എന്തായാലും സംസാരിക്കുന്നുണ്ട്. മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാമൂഹികാരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാമ്പത്തികവും വലിയ 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ അടിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും എല്ലാത്തിന്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് പൈസയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. മണി ഈസ് ദ ബിഗസ്റ്റ് ചാലഞ്ച്. ആൻഡ് സ്പിരിച്വാലിറ്റിയും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ 4-5 എണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എല്ലാത്തിനും വേണമെങ്കിൽ നമുക്ക് ഒരു 20% മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒരു 15 മാർക്കും കൊടുക്കാം. അസുഖത്തിന് വേണമെങ്കിൽ ലാസ്റ്റ് എല്ലാത്തിനും കൂടെ ബാക്കി ആകത്തുകയുടെ അതിനൊരു മാർക്ക് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ ആകത്തുകയായിട്ടാണ് ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലാതെ ഫിസിക്കൽ മാത്രം പോരാ, മെന്റൽ മാത്രം പോരാ, സോഷ്യൽ മാത്രം പോരാ, അമ്പലത്തിലും പള്ളിയിലും പോയിട്ട് ഫുൾ ടൈം ഇരുന്നാൽ മാത്രം പോരാ, സാമ്പത്തികം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഗുഡ് ഹെൽത്തിന്റെ കോമ്പിനേഷൻ? എന്താണ്? ഈ 4 സംഗതിയാണ് ഗുഡ് ഹെൽത്തിന്റെ കോമ്പിനേഷൻ. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പോസിറ്റീവ് മെന്റൽ എപ്പോഴും നമ്മൾ ഇന്നത്തെ ജീവിത എന്താ പറയുക, പ്രത്യേകിച്ചും പോസ്റ്റ് കോവിഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ എപ്പോഴും സ്റ്റേ പോസിറ്റീവ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നമുക്ക് എല്ലാവരും കേൾക്കാൻ വളരെ സുഖമാണ്, അത്ര ഈസി ഒന്നല്ല അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാൻ. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. റിലാക്സേഷൻ ആൻഡ് സ്ലീപ്പ്. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിക്ക് മാത്രമേ നല്ല ഉറക്കവും നല്ല റിലാക്സേഷനും കിട്ടുള്ളൂ. വ്യായാമം വലിയൊരു കാര്യമാണ്. എത്തരത്തിലുള്ള വ്യായാമം ചെയ്യണം എന്നുള്ള വലിയൊരു പ്രശ്നം. നടത്തം ഒരു വ്യായാമമാണോ എന്ന് ചോദിച്ചാൽ വ്യായാമമാണ്. പക്ഷെ നടത്തം ഒരു ശരിയായ വ്യായാമം ആണോ എന്ന് ചോദിച്ചാൽ ശരിയായ വ്യായാമം മാത്രം നടത്തത്തിലൂടെ കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ കാണുന്നുണ്ടാവും. കുറച്ചുകൂടെ നമ്മൾ ഫിസിക്കലി സ്ട്രെയിൻഡ് ആയിട്ടുള്ള എന്താ പറയുക ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളെ ജീവിതശൈലിക്ക് അനുസരിച്ചിട്ട്. 4ാമത് ന്യൂട്രീഷൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ? എന്താണ് ഭക്ഷണം, എന്താണ് പോഷകം? ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ എന്താണോ കഴിക്കുന്നത് അതാണ് എന്റെ ഭക്ഷണം. അത് ഇന്ന് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി എന്താണോ കഴിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്റെ ഭക്ഷണം. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണോ വേണ്ടത്, വാട്ട് യു നീഡ്, അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. എനിക്ക് വേണ്ടതാണോ ഞാൻ കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വേണ്ടതായിരിക്കില്ല നമ്മൾ കഴിക്കുന്നുണ്ടാവുക, അല്ലെ? വാട്ട് യുവർ ബോഡി ഗെറ്റ്സ് ഈസ് ഫുഡ്. എന്താണോ നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്നത് അതാണ് ഭക്ഷണം. പക്ഷെ എന്താണ് ശരീരത്തിന് നീഡ്, വേണ്ടത്, അതാണ് ന്യൂട്രീഷൻ. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളെ കൾച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, ജോഗ്രഫിക്കൽ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ലഭ്യതയുടെ പ്രശ്നമുണ്ട്, സീസണലാണ് പല സംഗതികളും. അതേപോലെ തന്നെ എല്ലാം നല്ല നല്ല ഫുഡും നല്ല നല്ല നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അഫോർഡബിലിറ്റി, നമുക്ക് താങ്ങാൻ പറ്റാവുന്ന വിലയും കൂടി ആയിരിക്കണം. ശരിയല്ലേ? പക്ഷെ ഇവിടെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഏകദേശം 90ഓളം പോഷകങ്ങളാണ് ഒരു ദിവസം ശരാശരി ഒരു വ്യക്തിക്ക് വേണ്ടത്. അത് ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും ഏകദേശം വേണ്ടത് ഒരേ 90 to 108 ന്യൂട്രിയൻസ് ആണ് ആവറേജ് ആയിട്ട് ഒരു ദിവസം വേണം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മിനറൽസ് ആണ്. നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും.
നെക്സ്റ്റ് സ്ലൈഡ്. സോ ഏകദേശം 90ഓളം പോഷകങ്ങൾ മിനിമം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 പോഷകങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പോഷകങ്ങൾ നമുക്ക് ബ്രോഡായിട്ട് ബ്രോഡായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് അമംഗ് 6 എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ആയിട്ട് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ എന്ന് പറഞ്ഞാൽ അളവിൽ വളരെ കൂടുതൽ ആവശ്യമുള്ളത്, മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് വേണ്ട. ഇപ്പൊ വെള്ളം അളവിൽ വളരെ കൂടുതൽ വേണ്ടതാണ്. 20 കിലോനനുസരിച്ചിട്ടാണ് നമ്മൾ 1 ലിറ്റർ വെള്ളം കുടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ 73 കിലോ ഉണ്ട്, ഏകദേശം ഒരു 3.5 ലിറ്റർ എങ്കിലും വെള്ളം ഒരു ദിവസം ഞാൻ കുടിക്കണം. കാർബോഹൈഡ്രേറ്റ് നമ്മളെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നതും കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മളെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നതും കാർബോഹൈഡ്രേറ്റ് ആണ്. അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ അമിതമായിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കും, അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിൻ ഉണ്ടാക്കും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് പോകുന്നുണ്ടാവും. നമ്മൾ ലേറ്റർ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലുള്ള ശരീരത്തിൽ എത്തുന്ന വിപത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഫാറ്റ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഒരു കൊച്ചുകുട്ടി 1 വയസ്സ് 1.5 വയസ്സ് മുലപ്പാല് കുടിക്കുന്നത് വരെ ആ കുട്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിൽ കിട്ടുന്നത് ഫാറ്റും പ്രോട്ടീനും മാത്രം, കാർബോഹൈഡ്രേറ്റ് അല്ല. എന്നാണോ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ചോറൂൺ എന്ന് പറയുന്ന സംഗതി നമ്മൾ തുടങ്ങിയത്, കാർബോഹൈഡ്രേറ്റ് എന്നാണോ നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങിയത്, അന്ന് മുതൽ നമ്മളെ പറയുകയാണെങ്കിൽ ലിവിങ് ഷോർട്ട് ആൻഡ് ഡൈയിങ് ലോങ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പ്രോട്ടീൻ. ഫാറ്റിൽ നമുക്ക് നല്ല ഫാറ്റ് ഉണ്ട്, മോശപ്പെട്ട ഫാറ്റ് ഉണ്ട്, ഗുഡ് ഫാറ്റ് ആൻഡ് ബാഡ് ഫാറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഗുഡ് ഫാറ്റ് നമുക്ക് omega-3 എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് CFA-യിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്നൊക്കെ പറയും. ആൽഫ ലിനോലനിക് ആസിഡ്, വെജിറ്റബിൾ ഫാറ്റ്, ഇതിലൂടെയൊക്കെ നമുക്ക് നല്ല ഫാറ്റ് കിട്ടുന്നുണ്ട്. അതേസമയം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, ഇന്നത്തെ മെഡിക്കൽ സയൻസ് സജസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റിനെ സ്കിപ്പ് ചെയ്തിട്ട് ഫാറ്റിനെ റീപ്ലേസ് ചെയ്യാനാണ്. ഓക്കെ. ഫോർത്ത്, പ്രോട്ടീൻ. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസ്യം, മുട്ട, പാല്, ഇറച്ചി, നട്ട്സ്, ഇതിലേക്ക് കിട്ടുന്നത് ഇഷ്ടം പോലെ പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതി, ഈ സ്ലൈഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 25 കൊല്ലം മുന്നത്തെ സ്ലൈഡാണ്. ഇതിൽ പറയുന്ന 1 ഗ്രാം 1 കിലോ ബോഡി വെയിറ്റിനാണ് ഒരു ദിവസം പ്രോട്ടീൻ റിക്വയർമെന്റ് പറയുന്നതെങ്കിൽ ഇന്നത്തെ മെഡിക്കൽ സയൻസ് പറയുന്ന 1.75 ഗ്രാംസ് വരെ ആവാന്നാണ് 1 കിലോ ബോഡി വെയിറ്റിനനുസരിച്ച്. സോ ഞാൻ 73 kg ഉണ്ടെങ്കിൽ my body can afford nearly 110 to 120 grams of protein per day. And most of the protein must come from our food only. എല്ലാത്തിനും സപ്ലിമെന്റിനെ ആശ്രയിക്കരുത്. മെയിൻ ആയിട്ടും പ്രോട്ടീൻ നമ്മൾ ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റിന്റെ ഒരു 50 to 60% നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന വേണം. നമ്മൾ ഫുഡിലൂടെ തന്നെ ഇൻടേക്ക് ചെയ്യണം. അപ്പൊ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർ പ്രോട്ടീൻ പൗഡർ സജസ്റ്റ് ചെയ്യാറുണ്ട്, പ്രോട്ടീൻ പൗഡർ കഴിക്കാറുമുണ്ട്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും അവർ പറയുന്ന ഒരു റെജീം ഉണ്ട്, അവർ പറയുന്ന ഒരു ഡയറ്റ് ഉണ്ട്. ആ ഡയറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. കാർബോഹൈഡ്രേറ്റ് ലെസ് ചെയ്യുക, ഫാറ്റ് കൂടുക, ചിക്കൻ, ബീഫ്, കോഴിമുട്ട അങ്ങനത്തെ ഒക്കെ കൂട്ടുക. അതിലൂടെയൊക്കെ നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ടത് കൂടുതൽ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. ബാക്കി വരുന്നതാണ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. വൈറ്റമിൻസ്, മിനറൽസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെക്സ്റ്റ് സ്ലൈഡ് പോട്ടെ അടുത്തത്. ഓക്കെ. വൈറ്റമിൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ശരീരത്തിന് പ്രധാനമായിട്ടും 13 വൈറ്റമിൻസ് ആണ് ആവശ്യമുള്ളത്. പക്ഷെ അത് നമ്മൾ ഫുഡ് സോഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് സോഴ്സ് വളരെയധികം കൂടുതലാണ്. ഈ സ്ലൈഡൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പുതിയ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. പഴയ ആൾക്കാർ ഒരു പക്ഷേ 100 150 തവണയൊക്കെ കേട്ട ആൾക്കാരൊക്കെ സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. ഓക്കെ. ചെന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നത്തെ മെഡിക്കൽ സയൻസിൽ ഔട്ട്ഡേറ്റഡ് ആയ കുറെ സംഗതികളാണ്. RDA, റിക്വയർഡ് ഡെയിലി അലവൻസ്, ഔട്ട്ഡേറ്റഡ് ആണ്. BMI, ബോഡി മാസ് ഇൻഡെക്സ്, ഔട്ട്ഡേറ്റഡ് ആണ്. ഇതൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ ഹെൽത്തിന് കണക്ക് കൂട്ടുന്നത്. RDA എന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ RDA ആയിരിക്കില്ല എന്റെ RDA. കാരണം നിങ്ങളുടെ ജനറ്റിക്കും നിങ്ങളുടെ ബോഡി ഹെൽത്തും എന്റെ ഹെൽത്ത് കണ്ടീഷനും ഡിഫറെന്റ് ആണ്. ആവറേജ് ആയിട്ട് ഒരു ദിവസം എന്താ പറയുക, ഒരു 1/4 കിലോ ക്യാരറ്റ് കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിനെ കിട്ടും എന്നാണ് പറയുന്നത്. ആവറേജ് ആയിട്ട് ഒരു ദിവസം ഒരു 6 മുതൽ 8 ഓറഞ്ച് വരെ കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഞാൻ ഡോക്ടർ അല്ല, സോറി ഐ ആം നോട്ട് എ ഡോക്ടർ. ഓക്കെ. ആവറേജ് ആയിട്ട് നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്ന, ആവറേജ് ആയിട്ട് നമുക്കൊരു 90 മില്ലിഗ്രാം ആണ് വൈറ്റമിൻസ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 6 to 8 ഓറഞ്ചസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് നമ്മൾ ഡെയിലി ഡയറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ശരീരത്തിന് വളരെ കുറച്ച് മതി, വളരെ കുറച്ച് മതി. മില്ലിഗ്രാം, മൈക്രോഗ്രാം എന്ന് പറയുന്ന കണക്കിലും. അതുകൊണ്ടാണ് മൈക്രോ ന്യൂട്രിയന്റ് വിഭാഗത്തിൽ വൈറ്റമിൻസിനെ പെടുത്തിയിട്ടുള്ളത്. വളരെ കുറച്ച് മതി.
പക്ഷെ അതിന്റെ ഫുഡ് സോഴ്സ് വളരെ കൂടുതലാണ്. ഇപ്പൊ വൈറ്റമിൻ ഇ ഒക്കെ പീനട്സിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ ഉള്ളത്. 400 ഗ്രാം പീനട്ട് കഴിച്ചാലാണ് ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഇ കിട്ടുന്നത്. ഫോളിക് ആസിഡ് 1.5 കിലോ വെണ്ടയ്ക്ക കഴിച്ചാലാണ് 400 ഗ്രാം മൈക്രോഗ്രാം ഫോളിക് ആസിഡ് കിട്ടുന്നത്. ഫോളിക് ആസിഡ് പഠിക്കുന്ന കുട്ടികൾ, അഡോളസൻ ഏജ്, പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് ആവശ്യമാണ്. ഇപ്പൊ നയാസിൻ, വൈറ്റമിൻ B12 നമ്മൾ RBC പ്രൊഡക്ഷന്, വൈറ്റമിൻ B2, B3, നയാസിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോമോസിസ്റ്റൈൻ പോലത്തെ ബ്ലോക്കുകളൊക്കെ തടയാനായിട്ട് വൈറ്റമിൻ B12, വൈറ്റമിൻ B6 ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊക്കെ ഫുഡ് സോഴ്സിൽ വളരെയധികം കൂടുതലാണ്, പക്ഷെ അളവിൽ വളരെ കുറച്ച്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ദ നട്ട്സ് ആൻഡ് ബോൾസ് ഓഫ് അവർ ബോഡി എന്ന് പറയും. നട്ടും ബോൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയ 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 മെഷീനറീസ് എല്ലാം എന്താ പറയാ പ്ലഗ് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ സ്ക്രൂസിലൊക്കെയാണ്. ശരിയല്ലേ? ആ സ്ക്രൂ ഇല്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. സ്ക്രൂ വളരെ ചെറുതാണ് അല്ലേ? 1.5 ഇഞ്ച് സ്ക്രൂ, 2 ഇഞ്ച് സ്ക്രൂ ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ വലിയ മെഷീനറി ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ 1.5 ഇഞ്ച് സ്ക്രൂ ഇല്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എന്ന് തടുകൂടുന്ന് വീണെന്ന് വെച്ചാൽ അതേപോലെയാണ് നമ്മളെ ബോഡി എന്ന് പറയുന്നത്. ഈ നട്ടും ബോൾട്ടും ഇല്ലെങ്കിൽ ബോഡി തവിട് പൊടിയിട്ട് താഴെ വീഴാൻ സാധ്യത കൂടുതലാണ്. ഇതേപോലെ മിനറൽസ്, നെക്സ്റ്റ് സ്ലൈഡ്. മിനറൽസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് 11 എണ്ണമാണ്. 11 എണ്ണം നമുക്ക് ശരീരത്തിൽ മിനറൽസ് എത്ര എണ്ണം ഭൂമുഖത്ത് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ഇതുവരെ കണ്ടുപിടിച്ച ഏകദേശം 110ഓളം മിനറൽസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾ മുന്നിൽ കാണുന്ന മൊബൈൽ, ലാപ്ടോപ്പ് എല്ലാം, കസേര, മേശ, എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുള്ള മിനറൽസ് കൊണ്ടാണ്, ധാതുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ മിനറൽസ് നമുക്ക് കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്, ഏറ്റവും കൂടുതൽ മിനറൽസ് കിട്ടുന്നത് വെള്ളത്തിൽ നിന്നാണ്. ഫുഡ് സോഴ്സ് ഉണ്ട്, പക്ഷെ അത്രയും ഫുഡ് സോഴ്സിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അയൺ ഒക്കെ നമുക്ക് ഏകദേശം ചീരയിലാണ് ഏറ്റവും കൂടുതൽ അയൺ. എന്തുകൊണ്ട് ചീരയിൽ അയൺ ഉണ്ടെന്ന് വെച്ചാൽ ചീര എന്ന് പറയുന്ന ചെടി മണ്ണിൽ നിന്ന് മാക്സിമം അയൺ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ചീരയിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചീര കഴിച്ച ഏറ്റവും കൂടുതൽ അയൺ കിട്ടുന്നത്. സിങ്ക് നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം. കോവിഡിന് ശേഷം നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ച ഒരു ന്യൂട്രിയന്റ് ആണ് സിങ്കും വൈറ്റമിൻ സിയും ഒക്കെ അല്ലെ. 1/4 കിലോ കാഷ്യൂനട്ട് കഴിച്ചാലാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സിങ്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് നമ്മളെ ഫുഡ് സോഴ്സ്. അത്രയും ഫുഡ് സോഴ്സ് നമുക്ക് ഒരിക്കലും ഒരു ദിവസം കഴിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഒരു കോമൺ മാനെ സംബന്ധിച്ച്. സോ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ന്യൂട്രീഷണൽ ഷോർട്ടേജ് വരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ന്യൂട്രീഷണൽ ഷോർട്ടേജ്, ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് ന്യൂട്രീഷണൽ ഗ്യാപ്പ് വരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ഒരു ന്യൂട്രീഷണൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ന്യൂട്രീഷണൽ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്യണം. സപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ സപ്ലിമെന്റേഷൻ. എന്തുകൊണ്ട് ജിമ്മിൽ പോകുന്നു എന്ന് വെച്ചാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇല്ലാത്തത് കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടാൻ വേണ്ടി ജിമ്മിൽ പോകുന്നു. അത് അഡീഷണൽ ആയിട്ട് പൈസ കൊടുക്കണം, അഡീഷണൽ ആയിട്ട് സമയം മാറ്റി വെക്കണം. എന്തിനു വേണ്ടി കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കുന്നു? അഡീഷണൽ ആയിട്ട് അവർക്ക് സ്കൂളിൽ പോയി 8 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം വീണ്ടും കണക്കിലോ സോഷ്യലിനോ കെമിസ്ട്രിക്കോ ഫിസിക്സിനോ ട്യൂഷന് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം. എഡ്യൂക്കേഷൻ ഒരു സപ്ലിമെന്റേഷൻ പ്രോഗ്രാം ആണ് ട്യൂഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ എല്ലാം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ ഷോർട്ടേജ് വരുന്നത് അത് നമ്മൾ സപ്ലിമെന്റ് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ് സപ്ലിമെന്റ് ചെയ്യേണ്ട. നേരത്തോട് നേരം നമ്മൾ ശരീരം ചോദിച്ചു വാങ്ങും കാർബോഹൈഡ്രേറ്റും വാട്ടറും. അതേസമയം വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീനോ അല്ലെങ്കിൽ omega-3 എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സോ ഫൈബറോ നിങ്ങൾക്ക് ശരീരം ചോദിച്ച് മേടിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനില്ല. നമ്മൾ കണ്ടറിഞ്ഞു കൊടുക്കണം. 1 കിലോ ബോഡി വെയിറ്റ് നിങ്ങൾ 1.5 ഗ്രാം പ്രോട്ടീൻ വേണം എന്ന് പറയുന്നത് ശരീരം ചോദിക്കൊന്നുമില്ല. മോനെ ഇന്ന് 1/4 ഗ്രാമേ പ്രോട്ടീൻ കഴിച്ചുള്ളൂ, എന്നാ മോനെ രാത്രി ഒരു 5-6 കോഴിമുട്ടി 1/2 കിലോ ചിക്കൻ ഒക്കെ കഴിച്ചോ എന്ന് പറഞ്ഞ ശരീരം ചോദിച്ച് മേടിക്കില്ല. അതേസമയം ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചെങ്കിൽ രാത്രി 8 മണിയാകുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങും. കാരണം എന്താ? കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞാൽ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. ശരീരം അപ്പപ്പോൾ ചോദിക്കും. വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ ദാഹം ഉണ്ടാവും. അതേസമയം പ്രോട്ടീന്റെ കുറവുണ്ടെങ്കിൽ there is no symptoms and there is no protein scanner in any hospitals. പ്രോട്ടീൻ വലിയൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വലിയൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നെക്സ്റ്റ് സ്ലൈഡ് നമ്മൾ പ്രോട്ടീനിലേക്ക് കിടക്കുകയാണ്. എത്ര പ്രോട്ടീൻ വേണം? പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റിലേക്ക് കിടക്കും. നെക്സ്റ്റ് സ്ലൈഡ്. എപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോട്ടീൻ. യെസ്, സ്റ്റേ ഓൺ ദ സ്ലൈഡ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് അസുഖവും ഇന്നത്തെ കാലത്ത് അസുഖവും നമ്മൾ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രോഗവും അസുഖവും തമ്മിലുള്ള വ്യത്യാസം. രോഗം ഉണ്ടാക്കുന്ന രോഗാണുമാണ്, അസുഖം ഉണ്ടാക്കുന്ന സുഖമില്ലാത്ത അവസ്ഥയാണ്. പല കാരണം നമ്മളെ ജീവിതശൈലി. ഞാൻ തന്നെയാണ് എന്റെ അസുഖത്തിന് ഏറ്റവും വലിയ വില്ലൻ. അതേസമയം ഡെങ്കിയോ അല്ലെങ്കിൽ മലേറിയയോ വൂഫിംഗ് കോഫോ TBയോ അതിലൊക്കെ വരുന്നത് ഏതെങ്കിലും രോഗാണുക്കളാണ് ഉണ്ടാക്കുന്നത്. അതിന് ആന്റിബയോട്ടിക്സ് നമുക്ക് വാക്സിനേഷൻ ഉള്ളിടത്തോളം കാലം നമുക്ക് അതിനെ നശിപ്പിക്കാനോ ഇല്ലാതിരിക്കാനോ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാനോ സാധിക്കും. അതേസമയം ഡയബറ്റീസിന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഹാർട്ട് ഡിസീസിന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാൻസറിന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാൻസർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ലോകത്തിൽ ക്യാൻസർ പേഷ്യൻസ് ഇന്ത്യയിലാണ്. കണക്കുകൾ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ 25% 20 to 25% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ വിൽ ബി ക്യാൻസറസ് എന്നാണ് പറയുന്നത്. ഐദർ ബെനൈൻ ഓർ മാലിഗ്നന്റ്. 20% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ക്യാൻസറസ് ആവും എന്നൊക്കെ പറഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്ക്.
കൽകി സിനിമയിൽ 2898 കാര്യമാണ് പറയുന്നത്. 2898 വരെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അത്രയും ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടീഷനിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു വാർ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് ആന്റി ഓക്സിഡന്റ് റീപ്ലേസ് ചെയ്യണം. പലതരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്. മെയിൻ ആയിട്ടും ബയോഫ്ലേവനോയിഡ്സ്, വൈറ്റമിൻസ് ഒക്കെയാണ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് പ്രോട്ടീനിലേക്ക് കടക്കാം. ഓൾവേസ് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? പ്രോട്ടീൻ. നെക്സ്റ്റ് സ്ലൈഡ്. പ്രോഡക്റ്റ് സ്ലൈഡ്. യാ, ഓക്കെ. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെസ്റ്റീജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇന്ത്യയിലെ എന്താ പറയുക, വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്രാൻഡാണ് വെസ്റ്റീജ് എന്ന് പറയുന്നത്. ഒരു 20 വർഷം മുന്നേ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന വാക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടൂലായിരുന്നു. ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കായിട്ട് മാറി. ഫാർമാസ്യൂട്ടിക്കലോടൊപ്പം തന്നെ എല്ലാവരും എന്താ പറയുക കൂട്ടിച്ചേർത്ത് വായിക്കുന്ന ഒരു വാക്കായിട്ട് മാറിയത് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. കാരണം ന്യൂട്രാസ്യൂട്ടിക്കൽ ഇസ് വെരി വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രി. ഇനി പറയപ്പെടുന്നത് ഇനി വരാൻ പോകുന്ന യുഗം എന്ന് പറയുന്നതും വെൽനസ് യുഗമാണ്, ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ യുഗമാണ്. ഫാർമാസ്യൂട്ടിക്കൽ മാത്രം പോരാ, ന്യൂട്രാസ്യൂട്ടിക്കലും കൂടെ ആവശ്യമാണ്. കാരണം അതിൽ ന്യൂട്രീഷൻ വരുന്നുണ്ട്, യോഗ വരുന്നുണ്ട്, എക്സസൈസ് വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വെൽത്തും കൂടെ വരുന്നുണ്ട്, പൈസയും കൂടെ അതിൽ വരുന്നുണ്ട്. എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, നമ്മളിവിടെ വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം എന്താ വെച്ചാൽ ആരോഗ്യത്തിനോട് പാഷനേറ്റ് അല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് പാഷൻ കൂടുന്നത്. മെഡിക്കൽ സയൻസിൽ അവിടെ എത്രത്തോളം പാഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. സ്ട്രെസ് കൂടുതലാണ് തീർച്ചയായിട്ടും. അത്രയും അളവിൽ പേഷ്യൻസും രോഗികളും ഒക്കെ വരുന്നുണ്ട്. ഹെക്ടിക് ആണ്, ഷെഡ്യൂൾ വളരെ ഹെക്ടിക് ആണ്, ലൈഫ് സ്റ്റൈൽ അതിനേക്കാൾ ഹെക്ടിക് ആണ്, തീരെ ടൈം ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നു, ആൾക്കാർക്ക് സമ്പൂർണ്ണ ആരോഗ്യം തിരിച്ചെത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതിൽ നമുക്കൊരു ഭാഗവാക്കാവുമെങ്കിൽ ആ കുടുംബത്തിന്റെ പ്രാർത്ഥനയിൽ ഒരു പക്ഷേ ഞാനോ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് ജീവിതത്തിൽ. ശരിയല്ലേ? സോ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് പല ആൾക്കാരും എന്താ പറയാ പ്രോട്ടീനെ കുറിച്ച് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പല സ്റ്റേറ്റ്മെന്റുകളും ഇന്ന് മാർക്കറ്റിലുണ്ട്. ശരിയാണ്. പല ആൾക്ക് പ്രോട്ടീൻ കഴിക്കാൻ പാടുണ്ടോ, അമിതമായിട്ടുള്ള പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി ലിവർ അടിച്ചു പോവില്ലേ, പ്രോട്ടീനൊക്കെ എനിക്ക് ആവശ്യമുണ്ടോ, ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ പ്രോട്ടീൻ കഴിക്കേണ്ടത്, ഞാൻ അങ്ങനെ വ്യായാമം ഒന്നും ചെയ്യാത്ത ഒരാളാണ്, സാധാരണ നോർമൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് പ്രോട്ടീൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പല തരത്തിലുള്ള ചിന്തകളും നമുക്ക് ശരീരത്തിന് നമ്മളെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റും മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ 23 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ, വെൽനസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നേ വരെ പ്രോട്ടീൻ അമിതമായി കഴിച്ചിട്ട് മരണപ്പെട്ടു പോയ ആൾക്കാർ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഹാവ് യു ഹേർഡ് ഓഫ് എനിബഡി who have passed away due to excess protein? No. But have you heard of anybody obesity വന്ന്, കൊളസ്ട്രോൾ വന്ന്, ഹൈ ബ്ലഡ് പ്രഷർ വന്നിട്ട് എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിച്ച് മരണപ്പെട്ടു പോയ ആൾക്കാർ എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. കൂടുതലല്ല, നമ്മൾ കേൾക്കുന്ന എല്ലാ മരണങ്ങളും അത്തരത്തിലുള്ള മരണങ്ങളാണ്. ശരിയല്ലേ? ആലോചിച്ച് നോക്കും, നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രിയും കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നമ്മൾ കൺസേൺഡേ അല്ല. പക്ഷെ നമ്മൾ തീരെ കഴിക്കാത്ത പ്രോട്ടീനെ കുറിച്ച് നമ്മൾ വളരെ കൺസേൺഡ്, കൂടി പോകുമോ എന്നുള്ളത്. എങ്ങനെ കൂടി പോകാനാ സുഹൃത്തെ? നിങ്ങളൊരു 50 കിലോ ബോഡി വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു 75 ഗ്രാം എങ്കിലും പ്രോട്ടീൻ കഴിക്കണം. ഒരു മുട്ടയിലുള്ളത് 4 ഗ്രാം പ്രോട്ടീനാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് 15 കോഴിമുട്ട കഴിച്ചാൽ പോലും നിങ്ങൾക്ക് 60 ഗ്രാമേ പ്രോട്ടീൻ കിട്ടുന്നുള്ളൂ. ചോറിലും ചപ്പാത്തിയിലൊന്നും പ്രോട്ടീൻ കിട്ടുന്നില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാം വൈറ്റ് ഗ്രെയിൻസ് ആണ്. തവിട് എല്ലാം കളഞ്ഞ്, ഫൈബർ എല്ലാം കളഞ്ഞ് വെറും ചണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. അതിലുള്ള വേറെ ഒന്നുമില്ല, വെറും സ്റ്റാർച്ച് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. തൂക്കം കൂട്ടാനും നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ കൂട്ടാനും ബ്ലഡ് ഗ്ലൂക്കോസിനെ കൂട്ടാനും അല്ലാണ്ട് വേറെ ഒന്നിനും കൊള്ളാത്ത ഒരു സാധനം നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്ത് പ്രോട്ടീനേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയുന്നില്ല. അതേസമയം നമുക്ക് കൂടുതൽ വെജിറ്റബിൾസും, കൂടുതൽ ദാലും, നട്ട്സും, പീനട്സും, അങ്ങനത്തെ കൂടുതൽ ഐറ്റംസ് ഒക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പ്രോട്ടീൻ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിൽ വി ആർ സീരിയസ്ലി റണ്ണിങ് ഷോർട്ട് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വേണ്ടത് ആർക്കാ? എന്താ പറയാ, പ്രഗ്നന്റ് ലേഡിക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്തിന്റെ ആവശ്യം. കാരണം 2 ജീവനാണ്. ഏറ്റവും കൂടുതൽ ആവശ്യം പ്രഗ്നന്റ് ലേഡിക്കാണ്. 2 ഗ്രാംസാ പറയുന്നത്. അവരുടെ ബോഡി വെയിറ്റിന്റെ 2 ഗ്രാം ഇൻറ്റു 2 ആ പറയുന്നത്. 60 കിലോ ഭാരമുള്ള ഒരു ലേഡി പ്രഗ്നന്റ് ആണെങ്കിൽ 120 ഗ്രാം. ഏറ്റവും കൂടുതൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുള്ള ഒരു പ്രഗ്നന്റ് ലേഡിക്കാണ്. പ്രഗ്നന്റ് ലേഡി കാര്യമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്ത ലേഡിക്കാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ആലോചിച്ചപ്പോൾ അത്രയും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പോഷകമാണ്, ന്യൂട്രീഷനാണ് പ്രോട്ടീൻ. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മിസ്അണ്ടർസ്റ്റുഡ് അബൌട്ട് പ്രോട്ടീൻ.
നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. അതേപോലെ തന്നെ എന്താ പറയാ, ബിൽഡിംഗ് ഏജിൽ, അഡോളസെന്റ് ഏജിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആവശ്യമാണ്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഒരു സ്ത്രീക്കാണ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളത്. അതേസമയം ഒരു മിഡിൽ ഏജിൽ 25-30s നമ്മൾ മെയിൻ്റെനൻസ് ആവശ്യമാണ്. നമ്മൾ നിലനിന്ന് പോകണം, മെയിൻ്റെനൻസിന്റെ ആവശ്യം, അതിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഒരു 40 വയസ്സിന് നമുക്ക് ഡിപ്രീസിയേഷൻ തുടങ്ങും, ഡിറ്റീറിയേഷൻ തുടങ്ങും, ശരീരം തേയ്മാനം സംഭവിക്കാൻ തുടങ്ങും. തേയ്മാനം എന്ന് പറഞ്ഞാൽ മുട്ടിൽ മാത്രമല്ല, മൊത്തം നമ്മളെ കോശങ്ങൾ തേയ്മാനം സംഭവിക്കാൻ തുടങ്ങും. അതിന് റിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ പ്രോട്ടീൻ ആവശ്യം. റിപ്പയറിന് ഏറ്റവും കൂടുതൽ ആവശ്യം പ്രോട്ടീനാണ്. ആരാ പോയി റിപ്പയർ ചെയ്യുക? നിങ്ങളെ ലിവറിന് ആരാ റിപ്പയർ ചെയ്യുക? നിങ്ങളെ സന്ധികളെ ആരാ റിപ്പയർ ചെയ്യുക? നിങ്ങളെ കരലിനെ ആരാ റിപ്പയർ ചെയ്യുന്നത്? നിങ്ങളെ മസിൽസിനെ ആരാ റിപ്പയർ ചെയ്യുന്നത്? നിങ്ങളെ ബോൺസിനെ ആരാ റിപ്പയർ ചെയ്യുന്നത്? പ്രോട്ടീനിന് മാത്രമേ സാധിക്കുള്ളൂ. അതിനാണ് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻസ്. ഫൗണ്ടേഷൻ ന്യൂട്രീഷൻ ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. വെസ്റ്റിജിന്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത് സോയ് മിൽക്ക് ആൻഡ് വേ എക്സ്ട്രാക്ട് ആണ്. ടേസ്റ്റ് ഇല്ല, കളർ ഇല്ല, സ്മെൽ ഇല്ല, ഫ്ലേവർ ഇല്ല, ഫ്രാഗ്രൻസ് ഇല്ല, അജിനോമോട്ടോ അടങ്ങിയിട്ടില്ല, സോൾട്ട് ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, കൊഴുപ്പില്ല, ഒന്നുമില്ല. അതിലെന്താ ഉള്ളത്? വെറും പ്രോട്ടീൻ മാത്രം. വെറും പ്രോട്ടീൻ മാത്രം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് എ പ്രോട്ടീൻ? ഒരു ഡ്രിങ്ക് കഴിക്കുന്നതിന്റെ എന്താ? ഡ്രിങ്ക് എന്ന് മീൻസ് നമ്മൾ പല ഡ്രിങ്കും നമ്മൾ കഴിക്കുന്നുണ്ട്. എനർജി ഡ്രിങ്ക് കഴിക്കുന്നുണ്ടാവും ഒരു പക്ഷേ, സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടാവും ഒരു പക്ഷേ, അല്ലെ? പല എന്താ പറയാ, ബി വൈറ്റമിൻസിന്റെ ഡ്രിങ്ക് ഉണ്ട്, അലോവേറന്റെ ജ്യൂസ് ഉണ്ട്, വൈറ്റമിൻ സിയുടെ ഡ്രിങ്ക് ഉണ്ട്. അതേപോലെ പല ഡ്രിങ്കും നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഡ്രിങ്ക് കഴിക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ സോഴ്സ്? ഇതിന്റെ എക്സ്ട്രാക്ഷൻ എവിടെയാണ്? ഏതാണ് ഈ ബ്രാൻഡ്? ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ക്വാളിറ്റി എന്താണ്? അത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മളെ പ്രോട്ടീനിൽ ഒന്നുമില്ല, വെറും പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ശരീരത്തിന് ദോഷകരമായി സംഭവിക്കുന്ന ഒരു സംഗതിയും ഇല്ല. ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം പ്രോട്ടീനാണ്. 8.2 ഗ്രാം പ്രോട്ടീൻ 10 ഗ്രാമിൽ കഴിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ചാൽ ഹയസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ ആൻഡ് ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടീൻ. ഞാൻ കഴിക്കുന്ന ജിമ്മിൽ ഇറക്കാൻ വേണ്ടിയ പ്രോട്ടീൻ ഇറ്റ്സ് 72% ഓഫ് പ്രോട്ടീൻ. ഇതിനു മുന്നേ നമ്മൾ വർക്ക് ചെയ്തതിൽ 13 കൊല്ലം വർക്ക് ചെയ്തതിൽ ഇന്റർനാഷണൽ കമ്പനി കൊടുക്കുന്ന പ്രോട്ടീൻ സപ്ലിമെന്റിന് 80% ഓഫ് പ്രോട്ടീൻ. നമ്മളത് 82% പ്രോട്ടീൻ ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൽ ഐസോഫ്ലേവോൺസ് അടങ്ങിയിട്ടുണ്ട്. വെള്ളം ഉപയോഗിച്ച് പ്രോട്ടീൻ വേർതിരിച്ചെടുത്താൽ മാത്രമേ ഐസോഫ്ലേവോൺസ് കിട്ടത്തുള്ളൂ. ഐസോഫ്ലേവോൺസ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ക്വാളിറ്റിയാണ്. ഐസൊലേറ്റ് ഫോം പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. ഐസൊലേറ്റ് ആണ് നമ്പർ 1. അത് കഴിഞ്ഞിട്ട് വേറെ ഏതും പ്രോട്ടീൻ ഉള്ളൂ. PDCAA സ്കോർ എന്ന് പറയും, അത് നമ്പർ അത് 1.0 ആണ്. അത് നമ്മളെ സ്കോർ 1.0 ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഫൈറ്റോ ഈസ്ട്രോജൻസ് അടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും എഫക്റ്റീവ്, പ്രത്യേകിച്ച് മെനോപോസ്റ്റൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഹോട്ട് ഫ്ലഷസ്, അവർക്ക് ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ്, തൈറോയ്ഡ് ഹോർമോൺ ഇംബാലൻസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഉറക്കക്കുറവ്, ക്ഷീണം, അമിതമായിട്ടുള്ള വിയർപ്പ്, രക്തസമ്മർദ്ദം, ഇതൊക്കെ മെനോപോസ് സ്ത്രീകൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതിനൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ഫൈറ്റോ ഈസ്ട്രോജനിക് എഫക്ട് നമ്മൾ പ്രോട്ടീൻ പൗഡറിലുണ്ട്. ഐസോഫ്ലേവോൺസ് എന്ന് പറയുന്നത്, ഐസോഫ്ലേവോൺസിനെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ 3 കമ്പോണന്റ് ഉണ്ടായില്ലേ, ഡേക്സൈൻ, ജെനിസ്റ്റീൻ, ഗ്ലൈസിറ്റീൻ എന്ന് പറയും. ഗ്ലൈസിറ്റീൻ ഇൻസുലിന്റെ ആക്ഷൻ കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. ഡേക്സൈൻ നമ്മളെ കൊളസ്ട്രോളിനെ ക്രമീകരിക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആണ്. ജെനിസ്റ്റീൻ എന്ന് പറയുന്നത് റിസർച്ച് സ്റ്റഡീസ് പറയുന്നത്, ന്യൂട്രാസ്യൂട്ടിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്, ജെനിസ്റ്റീൻ എന്ന് പറയുന്ന സാധനം സോയ് ഐസോഫ്ലേവോൺസ് എക്സ്ട്രാക്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഹൈ ആന്റി ക്യാൻസറസ് ആണ്, പവർഫുൾ ആന്റി ക്യാൻസർസ് ആണ്. പലതരത്തിലുള്ള റെക്ടൽ ക്യാൻസർ, അതേപോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഉള്ളിലുള്ളിൽ കിടക്കുന്ന പല ബോൺ ക്യാൻസർ, പല ക്യാൻസറുകൾക്കും നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ജെനിസ്റ്റീൻ വളരെ എഫക്റ്റീവ് ആണ്. ഒരു കീമോ ഡ്രഗിലേക്ക് എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ 3 കോമ്പിനേഷൻ, ഡേക്സൈൻ, ജെനിസ്റ്റീൻ, ഗ്ലൈസിറ്റീന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തറോസ്ക്ലിറോട്ടിക് പ്ലേക്കിന് പ്രിവെന്റ് ചെയ്യും. എന്താണ് അത്തറോസ്ക്ലിറോട്ടിക് പ്ലേക്ക് എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമില്ല, ഹൃദയധമനികളിൽ ഉണ്ടാവുന്ന ബ്ലോക്ക് പലതരത്തിലുള്ള ബ്ലോക്ക് ഉണ്ട്. ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് ഉണ്ട്, കൊളസ്ട്രോൾ ബ്ലോക്ക് ഉണ്ട്, മെറ്റബോളിക് വേസ്റ്റ് ഉണ്ട്, TMA ഉണ്ട്, കുറെ സംഗതികൾ, ഇഷ്ടംപോലെ 10-12 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലോക്കുകൾ ഉണ്ട്. വി ആർ ഓൺലി കൺസേൺഡ് അബൌട്ട് കൊളസ്ട്രോൾ. ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കും നമ്മൾ, ഫാസ്റ്റിംഗ് FLP എടുക്കും, ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ എടുക്കുന്നുണ്ടാവും. കൊളസ്ട്രോൾ നോർമലാണ്, HDL നോർമലാണ്, LDL വളരെ കുറവാണ്, ട്രൈഗ്ലിസറൈഡ് ഓക്കെയാണ്. നമ്മൾ വിചാരിക്കും ഹാർട്ടൊക്കെ നോർമലാണ്. തെറ്റ്. വേറെ 20% മാത്രം പാസ് മാർക്കുള്ളൂ. ബാക്കി 80% വേറെ ടെസ്റ്റ് അഡീഷണൽ കിടക്കുന്നത്, അതുകൂടെ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സോ എന്താ പറയാ, വെൽനസ്സിൽ എന്ന് പറയുന്നത് ആകെ തുകയാണ്. അസുഖം വരാതിരിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്, അസുഖം വന്നു കഴിഞ്ഞാലുള്ള ടെസ്റ്റ് വേറെ ഉണ്ട്. അസുഖം വരാതിരിക്കാനുള്ള ടെസ്റ്റാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ വെൽനസ്സിൽ ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ മിനറൽ ഡെൻസിറ്റി വർദ്ധിപ്പിക്കും. ബോൺ മിനറൽ ഡെൻസിറ്റി പ്രത്യേകത, മലയാളികൾ ഏറ്റവും കൂടുതൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണ്. ചായന്റെ കൂടെ പരിപ്പുവട, ഉഴുന്നുവട, പഴംപൊരി, ബജ്ജി, ബോണ്ട, എക്സെട്ര ഇഷ്ടംപോലെ കഴിക്കുന്ന ആൾക്കാരാണ്. മീൻ പൊരിച്ച്, കോഴി പൊരിച്ച്, ഇല്ല ഇഷ്ടം പോലെ ബിരിയാണി. മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ, മലപ്പുറത്തും കൂടെ വന്ന ബിരിയാണി പ്രിയന്മാരാണ്.
ഏറ്റവും കൂടുതൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ടേസ്റ്റി കളറി സ്മെല്ലി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കും, അത്തറോസ്ക്ലിറോസിസ് ഉണ്ടാക്കും, അതേപോലെ തന്നെ LDL ഓക്സിഡേഷൻ ഉണ്ടാക്കും. പ്രോട്ടീൻ പൗഡർ എലോങ് വിത്ത് വൈറ്റമിൻ ഇ, പ്രോട്ടീൻ പൗഡറിനോട് ഫ്ലാക്സീഡ് ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ LDL കൊളസ്ട്രോളിന്റെ കൂടെയും വൈറ്റമിൻ ഇ മോളിക്യൂളും പ്രോട്ടീൻ മോളിക്യൂളും ഉണ്ടാവും, അമിനോ ആസിഡ് മോളിക്യൂളും ഉണ്ടാവും. ഇവന്റെ സ്വഭാവ വിശേഷം മാറുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. LDL കൊളസ്ട്രോൾ ആസ് എ ഹോൾ, ഇപ്പൊ ഗീ ബട്ടർ ഒക്കെ കഴിക്കാം. LDL കൊളസ്ട്രോൾ ആസ് എ ഹോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ സ്വഭാവ വിശേഷങ്ങൾ മാറ്റം വന്നാൽ മതം ഇളകിയ ആനയുടെ സ്വഭാവമായിട്ട് മാറും. മതം ഇളകിയ ആന എന്ന് പറയുന്നത് ആനയ്ക്ക് പോലും പറയാൻ പറ്റില്ല ആന എങ്ങനെയാ പെരുമാറുന്നുള്ളൂ. ഇതേപോലെയാണ് ഓക്സിഡൈസ് ചെയ്യപ്പെട്ട LDL കൊളസ്ട്രോൾ. ഇത് സ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ പശ പോലെയാവും, ഭയങ്കര വില്ലനാണ് ഇവൻ. ഇതിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രോട്ടീൻ പൗഡർ വളരെ എഫക്റ്റീവ് ആണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ആക്ഷൻ കൂട്ടാന്, അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാന്, HDL നല്ല കൊഴുപ്പിന്റെ അളവ് കൂട്ടാന്, ആന്റി ക്യാൻസറസ് ആയിട്ട് സ്ത്രീകൾക്ക്, പ്രഗ്നന്റ് ലേഡീസിന്, വളരുന്ന കുട്ടികൾക്ക്, ഏകദേശം പറഞ്ഞാൽ 1-1.5 വയസ്സായിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് പോലും വളരെ എന്താ പറയാ ചെറിയ അളവിലൊക്കെ 2 ഗ്രാം, 1.5 ഗ്രാം, 2 ഗ്രാം PC ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതിൽ BCAA ഉണ്ട്. വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, ഫിസിക്കലി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് ഉണ്ടായി, ലൂസിൻ, ലൈസിൻ, വാലൈൻ എന്നൊക്കെ പറഞ്ഞ സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ട്. ലിവർ കെയർ ആണ്, മെത്യോനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ലിവർ സപ്പോർട്ടീവ് ആണ്. അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ പ്രോട്ടീനിലുണ്ട്. ആൻഡ് എക്സലന്റ് ഫോർ കൺട്രോളിങ് യുവർ ബ്ലഡ് പ്രഷർ, ഹൃദയധമനികളുടെ എലാസ്തികത വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും എഫക്റ്റീവ്. ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, ഹാർട്ടിലേക്കുള്ള ലോഡ് കുറയ്ക്കുന്നുണ്ടാവും. എന്തെങ്കിലും കോശങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്തെടുക്കും. അത് ഏത് ഓർഗൻ ആയിക്കോട്ടെ, തലമുടി മുതൽ നഖം വരെ. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ പൗഡർ കഴിച്ച റിസൾട്ട് എവിടെയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ഥിരമായിട്ട്, ഞാനൊക്കെ സ്ഥിരമായിട്ട് ഒരു 2.5 മാസം അല്ലെങ്കിൽ 2.25 മാസത്തിലേക്കാണ് ബാർബർ ഷോപ്പ് പോവുക. പ്രോട്ടീൻ പൗഡർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ 1.5 മാസം കൊണ്ട് ബാർബർ ഷോപ്പ് പോകേണ്ടി വരും. സാധാരണ നമ്മൾ മുടി, ഇന്നത്തെ ചെറുപ്പക്കാരെ സ്റ്റൈലല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണയൊക്കെ നമ്മളൊക്കെ ജനറേഷനിൽ വെട്ടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം, ഒന്ന് ഗ്രോ ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 2-2.5 മാസം എടുക്കും. ഹെയർ എന്ന് പറയുന്നതും പ്രോട്ടീനാണ്. ഇറ്റ്സ് എ ഗ്രോത്ത്. 45 വയസ്സായിട്ട് ഇപ്പോഴും നമുക്ക് ഗ്രോത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹെൽത്തി സൈൻ. ദാറ്റ് ഈസ് നത്തിങ് ബിക്കോസ് ഓഫ് വി ആർ ടേക്കിംഗ് പ്രോട്ടീൻ ആൻഡ് വി ആർ വർക്കിംഗ് ഔട്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രോട്ടീൻ. ആവറേജ് പറയാന്നുണ്ടെങ്കിൽ ഒരു 40 ഗ്രാം വരെയൊക്കെ ഒരു ദിവസം പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ഇറ്റ് ഈസ് സേഫ് ഫോർ യുവർ ലിവർ ആൻഡ് കിഡ്നി. നത്തിങ് ടു വറി. ഓക്കെ, ഇൻ കേസ് ഇഫ് യു ആർ ടേക്കിംഗ് ഡയാലിസിസ് എടുക്കുന്ന ആളാണെങ്കിൽ കൺസൾട്ട് യുവർ ഡോക്ടർ ഓർ കൺസൾട്ട് യുവർ ന്യൂട്രീഷണൽ എക്സ്പെർട്ട് ബിഫോർ ടേക്കിംഗ് പ്രോട്ടീൻ. അതർവൈസ് എനിബഡി ഈസ് സേഫ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് ഈ സാധനം. ഇന്നത്തെ പ്രസന്റേഷന്റെ ഹൈലൈറ്റ്. ഞാൻ ഏത് പ്രസന്റേഷനിലും ഞാൻ ഈ ഒരു ടോപ്പിക് കൊള്ളിക്കാറുണ്ട്. പക്ഷെ ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളിത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ കേട്ടിട്ട് നിങ്ങൾ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകും. പക്ഷെ ദയവ് ചെയ്ത് നാളെ രാവിലെയെങ്കിലും ഈ പറയുന്ന സംഗതി ഒന്ന് ടെസ്റ്റ് എടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈസ് ഡയബറ്റീസ് റിവേഴ്സിബിൾ? ഡയബറ്റീസ് റിവേഴ്സിബിൾ ആണോ? ഡയബറ്റീസ് പ്രഡിക്റ്റബിൾ ആണോ? നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമോ എനിക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്? 2029 നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് 2024 പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഡയബറ്റീസ് ഇസ് പ്രഡിക്റ്റബിൾ. ഡയബറ്റീസ് റിവേഴ്സിബിൾ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ടു എൻ എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. ആൻഡ് ഡയബറ്റീസ് പറയുന്നത് വിൽ സക്ക് യുവർ ലൈഫ്. പ്രമേഹം നിങ്ങളെ ജീവിതത്തെ ഊറ്റിയെടുക്കുന്നവർ. എങ്ങനെ സക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ശരീരത്തെ ഊറ്റിയെടുക്കും പ്രമേഹം. എന്താണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരം ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് ഊർജം കിട്ടുന്നത് ഈ പറയുന്ന ഗ്ലൂക്കോസ് നമ്മൾ കോശത്തിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിന് സ്വമേധയാ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കോശത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അറിയില്ല. അതിന് ഒരു കാരിയർ വേണം, ഒരു വാഹനം വേണം. ആ വാഹനമാണിത് ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്ത്, ഗ്ലൂക്കോസിനെ എന്താ പറയാ തോളിൽ കയറ്റി അല്ലെങ്കിൽ കാറിന്റെ അകത്ത് കയറ്റി യാത്ര ചെയ്യിപ്പിച്ച് കോശത്തിലേക്ക് എത്തിക്കേണ്ട പണിയാണ് ആര് ചെയ്യുന്നത്? ഇൻസുലിൻ ചെയ്യുന്നത്. സോ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു കീ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. കീ, താക്കോല്. കോശത്തിന്റെ പുറത്ത് ഒരു ലോക്ക് ഉണ്ട്. എല്ലാ കോശത്തിന്റെ പുറത്തും ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കിനെ പറയുന്ന പേരാണ് റിസപ്റ്റാർസ് എന്ന് പറയും. സെൽ റിസപ്റ്റാർസ് എന്ന് പറയും. റിസപ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്കാണ്. ഈ ലോക്ക് എങ്ങനെ തുറക്കാൻ പറ്റും? കീ ആരാണ്? ഇൻസുലിൻ ആണ് കീ. അപ്പം ഇൻസുലിൻ കൊണ്ടുവന്ന കീനെ ഈ റിസപ്റ്റാർസ് തുറന്നാൽ മാത്രമേ ആര് തുറക്കത്തുള്ളൂ? കോശത്തിന്റെ വാതിൽ തുറക്കത്തുള്ളൂ. എന്നിരുന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരം
ഗ്ലൂക്കോസ് കോശത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുള്ളൂ. ഇതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിക് റേറ്റ് ഒരു 20-25 വയസ്സ് വരെയൊക്കെ നമ്മളെ മെറ്റബോളിക് റേറ്റ് ഹൈ ലെവലായി. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല അവർ ബെസ്റ്റ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് 20-25 വരെയൊക്കെയാണ് നമ്മൾ ഏറ്റവും നല്ല സമയം. പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 40 വയസ്സ് വരെ എന്നൊക്കെ പറയുമ്പോൾ ഹൈ മെറ്റബോളിക് റേറ്റ് വരും. കാരണം അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലുള്ള ആൾക്കാർ. ഇന്നത്തെ കുട്ടികൾ ബ്രോയിലർ ചിക്കനെ പോലെയാണ്. കാരണം എല്ലാം ഇപ്പോഴും മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമാണ്, ടിവിയിലും മുന്നിലുമാണ്. സോ പുറം ലോകം കാണുന്നില്ല, സൺലൈറ്റ് ഒന്നും കൊള്ളുന്നേ ഇല്ല. ഓക്കെ, അത് വേറെ വിശേഷം, അത് പറഞ്ഞ കാര്യമില്ല. സെക്കൻഡ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഗ്ലൂക്കോസ് മെറ്റബോളിസം. എന്തുമാത്രം ശരീരം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്ലൂക്കോസിനെ കത്തിക്കാനുള്ള ശേഷി എന്റെയും നിങ്ങളുടെയും ശരീരത്തിനുണ്ട്. അതിനെയാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് പ്രായം ചെല്ലുന്തോറും ഗ്ലൂക്കോസ് മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരും. എന്തുകൊണ്ട് കുറഞ്ഞു വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ ആൾക്കാർക്ക് 50 വയസ്സും 60 വയസ്സായിരുന്ന സമയത്ത് അവർക്ക് പ്രമേഹം ഉണ്ടായിരുന്നില്ല, ഒരു 40 വർഷം മുന്നേ. കാരണം അവർ കഴിച്ചിരുന്ന ഡയറ്റും നമ്മൾ കഴിച്ചിരുന്ന ഡയറ്റും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ കഴിക്കുന്നത് ഇഡ്ഡലി, അപ്പം, പുട്ട്, ദോശ, പൊറോട്ട, ചപ്പാത്തി, വെള്ളപ്പം, എക്സെട്ര എക്സെട്ര എല്ലാം എന്താ വൈറ്റ് ഗ്രെയിൻസ് ആണ്, വൈറ്റ് ഫുഡാണ്. ഉച്ചയ്ക്ക് കഴിക്കുന്നത് എന്താ? ചോറാണ്. ചോറെന്ന് പറഞ്ഞാൽ 95% ഉച്ചയ്ക്ക് പള്ള നിറയുന്നത് വരെ നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ? വൈകുന്നേരം കഴിക്കണത് എന്താ? അതിന്റെ കൂടെ എന്തെങ്കിലും ചായന്റെ കൂടെ എന്തെങ്കിലും കടി, ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് എന്തെങ്കിലും കഴിക്കും. അതും ഒരു പരിധി വരെ കാർബോഹൈഡ്രേറ്റ് ആണ്. രാത്രി കഴിക്കുന്നതോ? രാത്രി ചപ്പാത്തിയാണ് സാറേ. ചപ്പാത്തി പറയുന്നത് റിച്ച് ഇൻ ഗ്ലൂട്ടൻ. പറയപ്പെടുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ശരീരത്തിന് എത്ര ശതമാനം വരെ ഗ്ലൂട്ടൻ താങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 4% വരെ എന്റെയും നിങ്ങളുടെയും ബോഡി ഗ്ലൂട്ടനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ മുകളിലാണെങ്കിൽ ശരീരത്തിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് കഴിക്കുന്ന നല്ല ക്വാളിറ്റി ഗോതമ്പിലാണെങ്കിൽ പോലും 15 മുതൽ 18% വരെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രോട്ടീൻ, ഇറ്റ്സ് ആൻ അൺഡൈജസ്റ്റഡ് പ്രോട്ടീൻ, ഇറ്റ്സ് എ മെറ്റബോളിക് വേസ്റ്റ്. ഈ ഗ്ലൂട്ടൻ എവിടെ വേണമെങ്കിലും പോയി അടഞ്ഞുകൂടും. ഹൃദയ ധമനികളിൽ അടഞ്ഞുകൂടാം, തലച്ചോറിൽ അടഞ്ഞുകൂടാം, കാൽ ഞരമ്പുകളിൽ അടഞ്ഞുകൂടാം, വെരിക്കോസ് വെയിൻ വരാം, സ്ട്രോക്ക് വരാം, കാർഡിയാക് ബ്ലോക്ക് വരാം. എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാം. ആലോചിച്ച് നോക്കുക. സോ ചോറിനേക്കാൾ വലിയ വില്ലൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കാർബോഹൈഡ്രേറ്റ് കഴിച്ച് രാത്രി ഗ്ലൂട്ടൻ കഴിച്ചു. അപ്പം കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം അമിതമായി ഇങ്ങനെ വൈറ്റ് ഗ്രെയിൻസ്, നമ്മളെ പറയാ തവിടില്ലാത്ത ഈ ചണ്ടി മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്ത ആഹാരങ്ങൾ, വെളുത്ത ഇഡ്ഡലി, വെളുത്ത ദോശ, വെളുത്ത പുട്ട്, വെളുത്ത വെള്ളപ്പം കഴിച്ച് സംഭവിച്ചെന്ന് വെച്ചാൽ ശരീരത്തിന്റെ കോശം മടുത്ത്, ശരീരത്തിന്റെ കോശം വരെ ഫെഡപ്പായി, മതി എനിക്ക് വയ്യാണ്ടയായി. കാരണം ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇത് ഇങ്ങനെ കയറ്റി ശരീരത്തിന്റെ കോശം തളർന്നു. സംഭവിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരീരകോശം ഇൻസുലിനോടുള്ള റെസ്പോൺസ് കുറയ്ക്കുന്നുണ്ടാവും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതൊരു അണ്ടർലൈൻ ഇട്ടിട്ട് എന്താ പറയാ ബ്രാക്കറ്റിലൊക്കെ ഇട്ടുള്ള കാരണം വെച്ചാൽ, ഇന്ന് നമ്മുടെ എല്ലാ അസുഖത്തിനും, ഇന്ന് നമ്മുടെ ഡൗട്ട്സ് ലാസ്റ്റ് പ്ലീസ് ചാറ്റ് ബോക്സിൽ ഇപ്പൊ ഡൗട്ട്സ് ചോദിക്കരുത് പ്ലീസ്, അതിന്റെ ഫ്ലോ നഷ്ടപ്പെടും, നമുക്ക് ടൈമും കൺസ്യൂമിങ് ആവും. എനിക്ക് തന്ന ടൈം 1 hour 20, മാക്സിമം 25 minutes ആണ്. ജ്യോതി സാർ പറഞ്ഞ് മാക്സിമം ഒരു 10 മണി എടുത്തോളൂ എന്നാ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് തീർക്കും വേണം. ഓക്കെ, ഡിന്നർ നമ്മൾ ഇന്ന് 10 മണിക്ക് ശേഷം കഴിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, പോസ്റ്റ്പോൺ ചെയ്യുക. ഒരു ദിവസത്തേക്ക് നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി പോസ്റ്റ്പോൺ ചെയ്ത് 1/2 മണിക്കൂർ നിർത്തി കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം എവിടെ നിർത്തി? അതാണ് ഈ ഡൗട്ട്സ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ ഫ്ലോ നഷ്ടപ്പെട്ടു പോകും, ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തി. അമിതമായിട്ടുള്ള എന്താ പറയാ ഈ കാർബോഹൈഡ്രേറ്റ്, വൈറ്റ് ഗ്രെയിൻസ് കഴിച്ച് നമ്മൾ കോശങ്ങൾക്ക് ഇൻസുലിനോടുള്ള റെസ്പോൺസ് കുറഞ്ഞു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിച്ചതിന് ശരീരത്തിൽ ആദ്യം കൂടുന്നത് ഇൻസുലിൻ ആണോ ഗ്ലൂക്കോസ് ആണോ? കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നത്? കോഴി എന്ന് പറഞ്ഞാലും ശരിയാണ്, മുട്ട എന്ന് പറഞ്ഞാലും ശരി. നമ്മൾ എപ്പോഴും കൺസേൺഡ് ആവുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിലാണ്. നമ്മൾ ബ്ലഡ് ഷുഗറിനാണ് ഏറ്റവും കൂടുതൽ കൺസേൺ കൊടുക്കുന്നതെങ്കിൽ, ബ്ലഡ് ഷുഗർ അല്ല വില്ലൻ, ബ്ലഡ് ഇൻസുലിൻ ആണ് വില്ലൻ. കാരണം നമ്മൾ അമിതമായിട്ടുള്ള വൈറ്റ് ഗ്രെയിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കൂടുന്നത് ഷുഗർ അല്ല, ആദ്യം കൂടുന്നത് ഇൻസുലിൻ ആണ്. അപ്പൊ ആദ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാ? ഇൻസുലിൻ ആണ്. ഈ സമയത്തും നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുക്കണം. നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും ഫാസ്റ്റിംഗ് ഇൻസുലിൻ എവറി 3 months, അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുന്തോറെങ്കിലും ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുക്കുക. എസ്പെഷ്യലി ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുക്കണം. ആരെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർ. നിങ്ങൾ പ്രമേഹ രോഗി അല്ല ആണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ്.
യു ആർ ദ ഫസ്റ്റ് പ്രിഫറൻസ്. യു ഷുഡ് ഗീവ് ഫസ്റ്റ് പ്രിഫറൻസ്. നാളെ രാവിലെ പോയിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുക്കുക, ഫാസ്റ്റിംഗിൽ ബ്ലഡ് ഷുഗർ എടുക്കുക. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും നിങ്ങൾ HbA1c 3-month ആവറേജ് നോർമൽ ആണെങ്കിൽ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ ഡയബറ്റിക് അല്ല എന്നാണ്. ആര് പറഞ്ഞു നിങ്ങൾ ഡയബറ്റിക് അല്ല എന്നാണ്? നിങ്ങൾ പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലേക്ക് എത്തും. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയിട്ട് എന്താ സംഭവിക്കുക? പ്രീ ഡയബറ്റീസിലേക്ക് എത്തും. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിക്ക് മുന്നേ പഠിക്കുന്ന കോഴ്സ്, ഡയബറ്റീസിന് മുന്നേ പഠിക്കുന്ന കോഴ്സ്, അതായത് ഡയബറ്റീസിലേക്ക് സഞ്ചരിക്കാനുള്ള വാഹനത്തിൽ നിങ്ങൾ കയറിയിരുന്നു, അരമണിക്കൂറോ 3/4 മണിക്കൂറോ 4-5 കൊല്ലം കഴിഞ്ഞാൽ ആ വാഹനം ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഡയബറ്റിക് ആവും. അതുവരെ കാത്തു നിൽക്കണോ? പിന്നെ എത്തുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. ഇൻസുലിൻ കൂടി 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 വരുന്നുണ്ടാവും. പിന്നെയാണ് ശരീരത്തിന് ഗ്ലൂക്കോസിനോട് വിരക്തി തോന്നുന്നത്. ആദ്യം വിരക്തി തോന്നുന്ന കോശങ്ങൾക്ക് ഇൻസുലിനോടാണ്, പിന്നെയാണ് ഗ്ലൂക്കോസിനോട് വിരക്തി തോന്നുന്നത്. അതിനുശേഷമാണ് നിങ്ങളെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ മെല്ലെ മെല്ലെ കൂടാൻ തുടങ്ങുന്നത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടാൻ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ എന്ത് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്? ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് പറയുന്നത് ഡയബറ്റീസ് ഈസ് പ്രെഡിക്റ്റബിൾ, ഡയബറ്റീസ് ക്യാൻ ബി റിവേഴ്സ്ഡ്. ഈ 2 ചെക്കും നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റും, ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാനും പറ്റും. അതിനുശേഷമാണ് നിങ്ങൾ പ്രമേഹ രോഗിയാവുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, പ്രമേഹ രോഗി ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നത് ഫാസ്റ്റിംഗിൽ ബ്ലഡ് ഷുഗർ മാത്രമാണ്. ഫാസ്റ്റിംഗിൽ ബ്ലഡ് ഷുഗർ എങ്ങനെയെങ്കിലും ഷുഗറിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഇന്റൻഷൻ. അത് ആരായിക്കോട്ടെ, XYZ ആരായിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ. ബട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഷുഗറിനെ കുറിച്ച് കൺസേൺഡ് ആണെന്നുണ്ടെങ്കിലും, ഇത്രയും കാലം നിങ്ങൾ മെഡിസിനും ഗ്ലൂക്കോസും കഴിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഡയബറ്റിക് പേഷ്യന്റ് തന്നെയല്ലേ? ശരിയല്ലേ? അപ്പൊ എങ്ങനെയാണ് ഡയബറ്റീസ് റിവേഴ്സിബിൾ എന്ന് പറയാൻ സാധിക്കുക? ഡയബറ്റീസ് റിവേഴ്സിബിൾ ആവണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുത്തു വെക്കാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുത്ത് ഇൻസുലിൻ ലെവൽ കൂടിയതിനെ HOMA-IR വാല്യൂ എന്ന് പറയും. ഹോമിയോസ്റ്റെറ്റിക് മെറ്റബോളിക് അസസ്മെന്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയും, HOMA-IR. HOMA-IR എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എടുക്കുക, ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുക്കുക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ 402. ഇപ്പൊ ഒരാരും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 90 ആണെന്ന് വിചാരിക്കുക. നോർമൽ ആണോ? നോർമൽ റേഞ്ച് ആണ്. നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തു, ഫാസ്റ്റിംഗ് ഇൻസുലിൻ 15 ആണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് 25 വരെ ആവാന്നാണ്. ഇനി ഫാസ്റ്റിംഗ് ഇൻസുലിൻ നിങ്ങളുടെ 25 കൂട്ടിക്ക്, ഹയസ്റ്റ് വാല്യൂ, നോർമൽ ഹയസ്റ്റ് വാല്യൂ 25 മേലെ പോകാൻ പാടില്ല എന്നാണ് ഇന്നത്തെ ഇൻഡസ്ട്രി പറയുന്നത്. പക്ഷെ ഐ വുഡ് സേ 5 to 7, 7 കൂടാൻ പാടില്ല ഫാസ്റ്റിംഗ് ഇൻസുലിൻ. വൈ? ബിക്കോസ് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 90 ആണ്, ഫാസ്റ്റിംഗ് ഇൻസുലിൻ 25 ആണെങ്കിൽ 90 × 25 എത്രയായി വാല്യൂ? 90 × 25 പറഞ്ഞാൽ ഏകദേശം 2400, 2500 ആയി നിങ്ങളുടെ ഫാസ്റ്റിംഗ് ലെവല്. ഡിവൈഡഡ് ബൈ 402 എത്രയായി? നിയർലി 5ന്റെ മുകളിൽ, 6ന്റെ മുകളിൽ പോയി അല്ലെ? ഈ വാല്യൂ, കിട്ടുന്ന വാല്യൂ 1.5, മാക്സിമം 2ന്റെ മുകളിൽ പോകാൻ പാടില്ല. HOMA-IR വാല്യൂ 2ന്റെ മുകളിൽ പോകാൻ പാടില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഇൻറ്റു ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഡിവൈഡഡ് ബൈ 402 വാല്യൂ 1.5 to 2, മാക്സിമം 2ന്റെ മുകളിൽ പോകാൻ പാടില്ല. 2ന്റെ മുകളിലാണ് മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ 800 എന്ന് പറയുന്ന വാല്യൂ കൂടാൻ പാടില്ല. 800 ഡിവൈഡഡ് ബൈ 400 2ആണ്, അതിൽ കൂടാൻ പാടില്ല. അപ്പൊ 800ന്റെ ഉള്ളിൽ എന്ത് നിർത്തണം? ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഇൻറ്റു ഫാസ്റ്റിംഗ് ഇൻസുലിൻ. അപ്പൊ ഗ്ലൂക്കോസിനെയും ക്രമീകരിക്കണം, ഇൻസുലിനെയും ക്രമീകരിക്കണം. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. അങ്ങനെ ക്രമീകരിക്കുന്ന സമയത്ത് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് തവളേനിട്ട് പുഴുങ്ങുന്ന പോലത്തെ അവസ്ഥയാണ്. തവളേനെ ചുടുവെള്ളത്തിലിട്ടാൽ അവസ്ഥ എന്താ? എന്ന് പറഞ്ഞ തവള എപ്പോ ചാടിയെന്ന് ചോദിച്ചാൽ മതി, ശരിയല്ലേ? അതേസമയം നല്ല തണുത്ത വെള്ളത്തിൽ തവളേനെ എടുത്തിട്ട്, തണുത്ത വെള്ളത്തിൽ തവള നല്ല സുഖമായിട്ടിരിക്കും. ആഹാ, എന്താ സുഖം! മെല്ലെ 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 ചൂടാക്കി 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 കൊണ്ടുവന്നാലോ തവള പോലും അറിയില്ല തവളേനെ പുഴുങ്ങിയെടുക്കണം. ഇതാണ് നമ്മുടെ ശരീരം. ഞാൻ പോലും അറിയുന്നില്ല എന്റെ ശരീരം സ്വയം പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്, കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ പോലും അറിയുന്നില്ല. പക്ഷെ 4-5 കൊല്ലം കഴിഞ്ഞാൽ പ്രമേഹ രോഗി ആയതിനു ശേഷമായിരിക്കും നമ്മൾ ഇത് അറിയുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, നമ്മളുള്ളത് പ്രോആക്റ്റീവ് ഇൻഡസ്ട്രിയിലാണ്, റിയാക്റ്റീവ് ഇൻഡസ്ട്രിയിലല്ല. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കുന്നതിന് മുന്നേ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് പ്രിവെൻഷൻ, അവിടെയാണ് വെൽനസ് ഇൻഡസ്ട്രിയുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഓ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് കോംബയോട്ടിക്സ് എന്ന് പറയും. എന്താണ് കോംബയോട്ടിക്സ്? ഇപ്പൊ പ്രോട്ടീൻ നമ്മൾ കണ്ടു, വളരെ നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് പ്രോട്ടീൻ.
കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് ആൻഡ് വൈറ്റമിൻസ്. വൈറ്റമിൻസിന്റെ ഒരു കലവറയാണ്. നമുക്ക് ശരീരത്തിന് വേണ്ട 13 വൈറ്റമിൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ ഇതിനോട് പറയുന്നത് ഇറ്റ്സ് എ മാജിക് പ്രോഡക്റ്റ്. പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക്. എന്താണ് പ്രോബയോട്ടിക്? ഇപ്പൊ എല്ലാവർക്കും പറയാം, ഐസ്ക്രീംസ് വരെ, പല കമ്പനികളുടെ ഐസ്ക്രീം വരെ, ദുൽഖർ സൽമാൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഏതാ ബ്രാൻഡ് എന്ന് എനിക്ക് ഓർമ്മയില്ല, ഐസ്ക്രീം വരെ പ്രോബയോട്ടിക് ഐസ്ക്രീം, പ്രീബയോട്ടിക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. ആലോചിച്ച് നോക്കുക. എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഗട്ടില്, നമ്മളെ ആമാശയത്തില് നല്ല ബാക്ടീരിയസ് ആവശ്യമാണ്. പറയപ്പെടുന്നത് സിസേറിയൻ ബേബീസിന് ഗട്ട് ബാക്ടീരിയസിന്റെ എണ്ണം സാധാരണ വ്യക്തിയേക്കാൾ 50% കുറയും എന്നാ പറയുന്നത്. അതായത് നോർമൽ ഡെലിവറിയിലാണെങ്കിൽ ആ വ്യക്തിക്ക് വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഏകദേശം 40 ട്രില്യണോളം ഗട്ട് ബാക്ടീരിയസ് ഉണ്ടാവും. ശരീരത്തിന്റെ മൊത്തം കോശത്തിനേക്കാൾ ഒരു 25% കൂടുതലാണ് നമ്മളെ വയറിൽ നല്ല ബാക്ടീരിയസ്, ഗുഡ് ബാക്ടീരിയസ് എന്ന് പറയും. കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ മെറ്റബോളൈറ്റ്സ് എന്ന് പറയും. METABOLLITES, മെറ്റബോളൈറ്റ്സ് എന്ന് പറയും. മെറ്റബോളൈറ്റ്സിനെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ സൂക്ഷ്മജീവികൾ എന്ന് പറയും. ഈ സൂക്ഷ്മജീവികൾ ഇന്ന് ലോകാരോഗ്യ സംഘടന ഒരു ഓർഗൻ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൂക്ഷ്മജീവികൾ ഇസ് എൻ ഓർഗൻ, ജസ്റ്റ് ലൈക്ക് ലിവർ, ഹാർട്ട്, ബ്രെയിൻ, മസിൽസ്, ബോൺ എക്സെട്ര. These സൂക്ഷ്മജീവികൾ, these metabolites is considered as an organ in our body. ഒരു ഓർഗൻ ആയിട്ട് കണക്കൂട്ടി കഴിഞ്ഞു. എന്താണ് ഈ സൂക്ഷ്മജീവികൾ? വളരെ ബുദ്ധിമാനാണ്, വളരെ വളരെ ഇന്റലിജന്റ് ആണ്. ഈ സൂക്ഷ്മജീവികൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എല്ലാവരായിട്ടും നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹോർമോൺസ് ആയിട്ട് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ, ന്യൂറോ സിസ്റ്റം, നാഡീ ഞരമ്പ് പ്രവർത്തനവുമായിട്ട് ഇവൻ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ എന്താ പറയാ, ബോഡീന്റെ റിയാക്ഷൻസ്, നമ്മളെ ബോഡീന്റെ എന്താ പറയാ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആയിട്ട് ഇവൻ ഭയങ്കര റിലേറ്റഡ്, ഭയങ്കര ബുദ്ധിമാനായി. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റബിൾ കപ്പാസിറ്റി ഉള്ള ഒരു അവയവമാണ് ഇത്, ഈ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിലൂടെ പോലും മര്യാദയ്ക്ക് കാണാൻ പാടില്ലാത്ത അത്രയും ചെറിയ സാധനമാണ് ഇവൻ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഇവൻ എന്ന് പറയുന്നത്, നമ്മളെ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയസ് ഉണ്ടാവും, മോശപ്പെട്ട ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മോശപ്പെട്ട ബാക്ടീരിയാസും ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഡയറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നമ്മൾ ഇന്ന് കഴിക്കുന്ന ആസിഡിക് ഫുഡ് എല്ലാം, ഈ പറയുന്ന ആസിഡിക് ഡ്രിങ്ക്, ആസിഡിക് ഫുഡ് എല്ലാത്തിനും എന്ത് സംഭവിക്കും? ഈ പറയുന്ന നല്ല ബാക്ടീരിയാസിനെ താരുമാറാക്കി കളയും, നശിപ്പിച്ച് കൊന്നുകളയും. സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന, ഇന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ കേസ് കെട്ടുകൾ വരുന്നത് ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിലാണ്, ഗാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വയറുവേദന, ഇൻഡൈജഷൻ, അൾസറേറ്റീവ് കൊളൈറ്റിസ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ, ക്രോൺസ് ഡിസീസ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗട്ട് ഹെൽത്ത് ഹാർട്ട് ഹെൽത്ത് ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. പല തരത്തിലുള്ള എന്താ പറയാ, മോശപ്പെട്ട ബാക്ടീരിയാസ് ഹൃദയധമനികളിൽ ബ്ലോക്ക് വരെ ഉണ്ടാക്കും എന്നാ പറയുന്നത്. ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് മാത്രമല്ല, കൊളസ്ട്രോൾ ബ്ലോക്ക് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ജലാറ്റിൻ കൊണ്ടുണ്ടാവുന്ന അൺഡൈജസ്റ്റഡ് പ്രോട്ടീൻ കൊണ്ടുണ്ടാവുന്ന ബ്ലോക്ക് മാത്രമല്ല, നമ്മൾ ബാഡ് ഫുഡിലൂടെ ഉണ്ടാവുന്ന അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള സംഗതികൾ വരെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടാവും. അതിന് വരെ നമ്മളെ പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇൻസുലിന്റെ ആക്ഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള കാരണം ഇൻസുലിന്റെ ആക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. ഇൻസുലിന്റെ ആക്ഷൻ കൂട്ടാൻ വരെ നമ്മൾ കോംബയോട്ടിക്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മളെ കോഎൻസൈം ക്യൂട്ടൻ ഇതിന് വലിയൊരു റോൾ ഉണ്ട് കോംബയോട്ടിക്സിന്റെ കൂടെ. പ്രത്യേകിച്ച് ഇൻസുലിന്റെ ആക്ഷൻ കൂട്ടാനായിട്ട് ക്യൂട്ടനും നമ്മളെ കോംബയോട്ടിക്സിന് നല്ലൊരു റോൾ വരുന്നുണ്ട്. അതിനെ കുറിച്ച് പറയുന്നില്ല, ജസ്റ്റ് ഞാൻ അതിനൊരു ഹിന്റ് ചെയ്തു എന്ന് മാത്രം. ബ്രെയിൻ ഹെൽത്തിന്, ന്യൂറോ ട്രാൻസ്മിറ്ററിക്ക് നല്ല റോളുണ്ട്. സെറട്ടോണിൻ എന്ന് പറയുന്ന ആന്റി ഡിപ്രസൻ ഹോർമോൺ, പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ പറയാ, പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക്. കാരണം മാനസിക ആരോഗ്യം വരെ നല്ല ബാക്ടീരിയാസിന് റോൾ വഹിക്കുന്നത്. കാരണം മാനസികാരോഗ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മെന്റലാണ്. മെന്റൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായിട്ടുള്ള സാധനമാണ് ആര്, നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഗട്ട് മെറ്റബോളൈറ്റ്സ്. അപ്പൊ ഇവൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല മാനസിക ആരോഗ്യം വരെ ഉണ്ടാക്കുന്നുണ്ടാവും. ഷിസോഫേർണിയ പോലത്തെ ഡിസീസ് ഒക്കെ പ്രധാനമായിട്ടും ഗട്ട് ബാക്ടീരിയാസിന്റെ പ്രവർത്തന ശേഷി കൊണ്ടുണ്ടാവുന്നു എന്നാ പറയുന്നത്.
അതേപോലെ തന്നെ മെനോപോസ് ലേഡീസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, എനി ടൈപ്പ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഗട്ട് ബാക്ടീരിയസ്. പറയപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഹ്യൂമൻ ഫീസസ് മനുഷ്യ വിസർജനത്തിൽ നിന്നും സപ്ലിമെന്റേഷൻ ആക്കിയിട്ട് ഗട്ട് ബാക്ടീരിയസ് ഉണ്ടാക്കിയിട്ട് സപ്ലിമെന്റ് ഫോമിൽ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തെ. മനുഷ്യ വിസർജനത്തിൽ നിന്ന് പോലും സപ്ലിമെന്റ് എടുക്കാൻ തുടങ്ങി ഇന്ന് മനുഷ്യൻ. എല്ലാ മനുഷ്യ വിസർജനത്തിൽ നിന്നും അല്ല, നല്ല ബാക്ടീരിയസ് കഴിക്കുന്ന, നല്ല ഗുഡ് ബാക്ടീരിയസ്, നല്ല ഡയറ്റ് കഴിക്കുന്ന മനുഷ്യന്മാരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ ഫീസസ് വരെ ആലോചിച്ച് നോക്കുക. ക്യാൻ യു ബിലീവ് ഇറ്റ്? അതിന്ന് വരെ സപ്ലിമെന്റേഷൻ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് പോയി. അത്രയും ന്യൂട്രീഷന്റെ ഷോർട്ടേജ് നമ്മൾ ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ട്രൂത്ത്, ഇറ്റ്സ് ആൻ അക്സെപ്റ്റബിൾ ഫാക്ട്. ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിൽ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നല്ല ബാക്ടീരിയാസിന് തീറ്റ കൊടുക്കണമെങ്കിൽ, നല്ല ബാക്ടീരിയസ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീബയോട്ടിക്സ് ആവശ്യമാണ്. പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. ക്യാപ്സ്യൂൾ ഇൻ ക്യാപ്സ്യൂൾ ടെക്നോളജിയാണ്. ഒരു ക്യാപ്സ്യൂളിന്റെ അകത്ത് വേറൊരു ക്യാപ്സ്യൂൾ ഉണ്ട്. അതുകൊണ്ട് ഉള്ളിലത്തെ ക്യാപ്സ്യൂളാണ് അതിന്റെ പ്രോബയോട്ടിക്, അതിന്റെ പുറത്തുള്ള ക്യാപ്സ്യൂൾ പ്രീബയോട്ടിക് ആൻഡ് വൈറ്റമിൻസ്. അതിലുള്ളത് 13 വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ലിസ്റ്റിൽ കണ്ട, ഫസ്റ്റ് നമ്മൾ വൈറ്റമിൻസിന്റെ ലിസ്റ്റിൽ കണ്ട എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇറ്റ്സ് എ മിറക്കിൾ സപ്ലിമെന്റ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ എന്താ പറയുക, ഇമ്മ്യൂണിറ്റി ഹെൽത്ത് മോശമായിട്ടുള്ള ആൾക്കാർ, ഇമ്മ്യൂൺ ഹെൽത്ത് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ, ഡൈജസ്റ്റീവ് ഡിസോർഡർ, ഡൈജസ്റ്റീവ് ഹെൽത്ത് ഡിസോർഡർ എന്ന് പറയുന്ന സംഗതി ഇല്ല. നിങ്ങൾ ഇമ്മ്യൂണിറ്റി ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി ഒന്നുകൂടി ശരിയാക്കി കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യുക സീബക്തോണും അതേപോലെ തന്നെ വൈറ്റമിൻ സിയും അലോവേറയും നോനിയൊക്കെ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ആണ്, കോംബയോട്ടിക്സ്. ബിക്കോസ് മെറ്റബോളൈറ്റ്സ് വിൽ ഹെൽപ്പ് യു ടു ഫോർ ഗുഡ് ഇമ്മ്യൂണിറ്റി. Metabolites will help you for a good heart health. Metabolites will help you for a good metabolic rate. Metabolites will help you for a good brain health. നല്ല മെമ്മറി ഹെൽത്ത്. അതേപോലെ തന്നെ ഗുഡ് ഗട്ട് ഹെൽത്ത്. നല്ല ഇഫ് യുവർ ഗട്ട് ഈസ് ഹെൽത്തി, യുവർ ബോഡി ഈസ് ഹെൽത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഗട്ടിന്റെ ആരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കോംബയോട്ടിക്സ്. യു ക്യാൻ ടേക്ക് 1 capsule along with food, just before food or just after food. Okay, next product. ഓക്കെ, ഇതെന്താന്ന് മനസ്സിലായോ? അല്ല, ഇനി മുന്നത്തെ ഇതെന്താന്ന് മനസ്സിലായോ? മനസ്സിലായില്ല? ഹാർട്ടിന്റെ ഉള്ളിലത്തെ ചേമ്പേഴ്സ് ഒക്കെയാണ് ഈ സാധനം, ഹൃദയം, അല്ലെ? നമ്മൾ ഹാർട്ടിന്റെ ഉള്ളിൽ, നമ്മൾ ഹാർട്ട് ഹെൽത്തിനെ കുറിച്ച് വളരെ എല്ലാവരും ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസേൺഡ് ആസ് എ വെൽനസ് ഓൺട്രപ്രണർ, വി ആർ മോർ കൺസേൺഡ് അബൌട്ട് അവർ ഹാർട്ട് ഹെൽത്ത്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നമ്മൾ കൂടുതൽ. എന്തുകൊണ്ട് ഹാർട്ട് ഹെൽത്തിന് ഇത്ര പ്രധാനം? ഇവന്നാ നമ്മളെ ശരീരത്തിന്റെ കാര്യം പോക്ക കഴിഞ്ഞ്, അല്ലേ? ആലോചിച്ച് നോക്കുന്ന, ഈ ഹാർട്ടിൽ 4 ചേമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം എന്നൊക്കെ പറയും. റൈറ്റ് ഏട്രിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൈറ്റ് മോസ്റ്റ് ടോപ്പിൽ കാണുന്ന സാധനമാണ് റൈറ്റ് ഏട്രിയം. നമ്മൾ പൾമനറി വെയിൻസിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് വരുന്ന സാധനമാണ് റൈറ്റ് ഏട്രിയം. അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. അവിടെ നേരെ ആർട്ടറീസ് വഴി നേരെ നല്ല ഓക്സിജൻ എവിടേക്ക് എത്തുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞ സാധനം എത്തുന്നു. ആ ബ്ലൂ കളർ താഴെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളാണ് നമ്മുടെ മൊത്തം കളി കിടക്കുന്നത്. നമ്മൾ ഹാർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഉള്ളിലാണ് പല തരത്തിലുള്ള ബ്ലോക്കുകളൊക്കെ വരുന്ന സമയത്താണ് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും അതേപോലെ തന്നെ ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം എടുക്കും. ആൻജിയോഗ്രാമിൽ 95% ബ്ലോക്ക് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറയും. ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സാധനം വേറെ ഒന്നുമല്ല, ഒരു ബലൂൺ കൊടുത്തിട്ട് ഒരു മുട്ട് കൊടുത്ത് നിർത്തുക. മെയിൻ റോഡിൽ ബ്ലോക്ക് ആണെങ്കിൽ ബൈപ്പാസ് വെട്ടിയെടുക്കും, ശരിയല്ലേ? എന്താ ചെയ്യുന്നത്? ബൈപ്പാസ് വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കോഴിക്കോട് ഭാഗത്തൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ കാണാം, മെയിൻ റോഡിൽ ബ്ലോക്ക് ആണ്, തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. നിങ്ങൾ എതിലേ വണ്ടി എടുക്കുക? ഫുള്ള് ബ്ലോക്കാണ്. നിങ്ങൾ 2 വീലറിൽ പോകും, എന്ത് ചെയ്യും? പെട്രോൾ പമ്പിന്റെ സൈഡിൽ കൂടെ നിങ്ങൾ അപ്പുറത്ത് പോയി കയറും, ശരിയല്ലേ? എന്താ സാധനം? അതാണ് ആൻജിയോപ്ലാസ്റ്റി. മെയിൻ റോഡിൽ ബ്ലോക്കാണ്, എന്ത് ചെയ്യും? സൈഡിൽ കൂടെ പോവാലോ. സൈഡിൽ കൂടെ എന്ത് ചെയ്യും? സൈഡിൽ കൂടെ റോഡ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മുട്ട് കൊടുത്ത് നിർത്തും, ബലൂൺ വീർപ്പിച്ച് ആ ബ്ലോക്കിന് ഒരു മുട്ട് കൊടുത്ത് നിർത്തുന്ന സമയത്ത് സൈഡിൽ കൂടെ രക്തത്തിന് ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നോർമലൈസ് ചെയ്യാൻ പറ്റും.
അതിനെയാണ് നമ്മൾ സ്റ്റെന്റ് കൊടുത്ത് നിർത്തുന്നത്. ഒരു സ്റ്റെന്റിന് 8000 9,000 ഒക്കെ വരുന്നുണ്ട്. കോഴിക്കോടൊക്കെ പല ഹോസ്പിറ്റലും 4-5 കൊല്ലം മുന്നേക്ക് ഒരു സ്റ്റെന്റ് വാങ്ങിയ ഒരു സ്റ്റെന്റ് ഫ്രീ കൊടുത്തിരുന്നത്. വിഷുവിന് ദീപാവലിക്ക് ഓഫർ ഉണ്ട് കോഴിക്കോടൊക്കെ. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും, എനിക്കറിയില്ല. ഉണ്ട്, ഞാൻ അഡ്വർടൈസ്മെന്റ് വരെ കണ്ടതാണ്. അപ്പോൾ പോസ്റ്റേഴ്സ് വരെ കണ്ടതാണ്. ഒരു സ്റ്റെന്റ് വാങ്ങിയാൽ ഒരു സ്റ്റെന്റ് ഫ്രീ പറഞ്ഞിട്ട്. 2 ബ്ലോക്ക് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വലിയ ബൈപ്പാസ് ഉണ്ടാക്കാം. മെയിൻ റോഡിൽ ബ്ലോക്കാണ്. മെയിൻ റോഡിൽ കംപ്ലീറ്റ് ബ്ലോക്കാണ്. കോഴിക്കോട് എലത്തൂർ മുതൽ രാമനാട്ടുകര വരെ ബ്ലോക്കാണ്. എന്ത് സംഭവിച്ചാൽ രാമനാട്ടുകരയിൽ നിന്ന് നേരെ കോരപ്പുഴയ്ക്ക് വലിയൊരു ബൈപ്പാസ് ഉണ്ടാക്കി. ശരിയല്ലേ? ഇന്ന് ആ ബൈപ്പാസിലും ബ്ലോക്കാണ്. ഇനി വേറെ റോഡ് ഉണ്ടാക്കുകയാണ്. മന്ദിരകാവ് വേറെ റോഡ്, തീരദേശ ഹൈവേ എന്ന് വേറെ എന്തോ ഒരു സാധനം അവിടുന്ന് വേറെ വരുന്നുണ്ട്. ബൈപ്പാസ് പുതിയ റോഡ് വെട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിൽന്നോ കാലിന്നോ ഞരമ്പ് എടുത്തിട്ടാണ് ശരീരത്തിനുള്ളത് തുന്നി പിടിപ്പിക്കുന്നത്. ഇതാണ് സാധനം പുതിയ റോഡ് വെട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത്. ആലോചിച്ച് നോക്ക്, എവിടെയാ കീറി മുറിക്കണത്? ബൈപ്പാസ് സർജറിക്കൊക്കെ നമ്മൾ ഹൃദയത്തെയാണ് കീറി മുറിക്കണത്. പല ആൾക്കാരും പറയും ഇൻഷുറൻസ് ഉണ്ട് സാർ, 2.5 ലക്ഷം വരെ കവറേജ് ഉണ്ട്. ഒരു കുഴപ്പമില്ല സാർ. പൈസ ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളെങ്കിൽ ആരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നത്? ഇത് എവിടെയാ കീറി മുറിക്കണം എന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ ഡയഫ്രം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, റിപ്കേജ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണാണ്. ഇത് കട്ട് ചെയ്തെടുക്കാണ്. ഇത് നമ്മൾ സാധനം എന്താ പറയാ, ഇനി വെൽഡു മറ്റേ ഇതില്ലേ, എന്താ പറയാ, നമ്മള് ഈ പൈപ്പൊക്കെ മുറിക്കുന്ന സാധനം, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അതൊക്കെ മുറിച്ചിട്ട് എന്താണ് അതിന്റെ പേര് പറയാ ശ്രീരാഗേ? ഗ്രൈൻഡർ കട്ടർ. അതിനെ കട്ടർ ഉപയോഗിച്ചിട്ട് ഈ സാധനം കീറി മുറിച്ചിട്ട് ഹൃദയത്തെ പുറത്തേക്ക് എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ബീറ്റിംഗ് കൊടുത്തിട്ട് ഈ സാധനം തുന്നി പിടിപ്പിച്ച് കയ്യിൽ നിന്ന് കാലം ഞരമ്പെടുത്ത് വെക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം മാറിയെന്ന് അല്ലേ? നമ്മൾ വിചാരിക്കും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് സാറേ, ബൈപ്പാസ് സർജറി കഴിഞ്ഞ എല്ലാം മാറിയെന്ന്. എല്ലാം മാറിയ ആൾക്കാർ വീണ്ടും വരുന്നില്ലേ? ഒരു ബൈപ്പാസ് സർജറി 2ാമത് ബൈപ്പാസ് ചെയ്യുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. 3 ബൈപ്പാസ് സർജറി ചെയ്ത ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. 4 ആൻജിയോപ്ലാസ്റ്റി സ്റ്റെന്റ് വെച്ച ആൾക്കാരെ ഞാൻ കണ്ടു. 4 സ്റ്റെന്റ് 4 പ്രാവശ്യമായിട്ട് ഇട്ടോ, ഒരിക്കലല്ല. 1 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് ഇതിങ്ങനെ പീരിയോഡിക്കലായിട്ട് സ്റ്റെന്റ് വെച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ ശരീരത്തെയാണ് കീറി മുറിക്കും. ഇൻഷുറൻസ് കവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുതലാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്, ശരിയല്ലേ? എല്ലാ വർഷവും 10-12,000 ഞാൻ പ്രീമിയം അടയ്ക്കുന്നുണ്ട് സാർ, എന്നാൽ ഒരു കൊല്ലെങ്കിലും മുതലാക്കേണ്ട പറഞ്ഞപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. Prevention, how we can prevent? Very simple, omega-3 essential fatty acids. Omega-3 essential fatty acids നമുക്ക് രണ്ടുണ്ട്. ഫ്ലാക്സീഡ് ഓയിലും ഉണ്ട്, ക്രിൽ ഓയിലും ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ളതും എന്താ പറയുക, ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ അഫോർഡബിളുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വെസ്റ്റീജിന്റെ ഫ്ലാക്സീഡ് ഓയിലിന്റെ പ്രത്യേകത. ഈ ഫ്ലാക്സീഡ് ഓയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ 1 നമുക്കറിയാം, അതിന്റെ നമ്മളെ ലിപ്പിഡ് പ്രൊഫൈലിനെ നോർമലൈസ് ചെയ്യും, ലിപ്പിഡിനെ നോർമലൈസ് ചെയ്യും, ട്രൈഗ്ലിസറൈഡിനെ കുറയ്ക്കും, LDL-നെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, നല്ല കൊഴുപ്പിന്റെ അളവ് കൂട്ടാനും ഒരു പരിധി വരെ നമുക്ക് ഫ്ലാക്സീഡ് ഓയിൽ സഹായിക്കുന്നുണ്ടാവും. ഹൃദയ ധമനികളിൽ എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിനൊക്കെ നമുക്ക് പയ്യെ നമുക്ക് റിമൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഫ്ലാക്സീഡ് ഓയിലിനെ കൊണ്ട് ഒരു പരിധി വരെ സാധിക്കുന്നുണ്ടാവും. ഒരു സംശയമില്ല. അതിന്റെ കൂടെ പ്രോട്ടീനും ബാക്കിയുള്ള സപ്ലിമെന്റേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ആർക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കാം. എങ്ങനെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ ഹൃദയ ധമനികളുടെ ഇലാസ്റ്റികതയെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കും. നേരത്തെ നമ്മൾ കണ്ടു, ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് നമ്മളെ കംപ്ലീറ്റ് ഗെയിം കിടക്കുന്നത്. നമ്മളെ പ്ലേ ഗ്രൗണ്ട് കിടക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് ഈ ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള 3 ചേംബറിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും ഇതിനു വേണ്ടി നിൽക്കില്ല. ബാക്കിയുള്ള 3 ചേംബറിൽ ബ്ലോക്കേജ് വരാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും സ്റ്റെനോസിസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാൾവിന് റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതിന് പ്രശ്നം വരും. അതൊക്കെ ഒരു പരിധി വരെ പ്രഗ്നൻസി ഡിസോർഡർ ആവാനാണ് ചാൻസ്. പക്ഷെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിൽ വരുന്നത് നമുക്ക് സാധാരണ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജസ് ആണ്. ഡ്യൂ ടു ബാഡ് ഡയറ്റ്, ലാക്ക് ഓഫ് എക്സസൈസ്, സ്ട്രെസ്, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാരണമാവുന്നത്. അതിന് നമുക്ക് ഫ്ലാക്സീഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ വളരെ എഫക്റ്റീവ് ആണ്. ഹൃദയ ധമനികളുടെ എലാസ്റ്റികത വർദ്ധിപ്പിച്ച സംഭവിക്കാന്ന് വെച്ചാൽ ഹാർട്ടിലേക്കുള്ള ലോഡ് കുറയ്ക്കും, ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോനെ കൂട്ടാൻ സാധിക്കും. സോ ദാറ്റ് ഹാർട്ട് ബീറ്റിനെ നോർമലൈസ് ചെയ്യാൻ പറ്റും. സഡൻ കാർഡിയക് അറസ്റ്റിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആണ് നമ്മൾ ഫ്ലാക്സീഡ് ഓയിൽ. അതേപോലെ തന്നെ മെനോപോസ് സ്ത്രീകളുടെ എന്താ പറയാ, നിങ്ങളെ പടച്ചോൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് കാണേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലാക്സീഡ് ഓയിൽ. പടച്ചോന നമ്പർ 1, ശരിയല്ലേ? പിന്നെ നിങ്ങളെ സ്പൗസ് ആരാണോ സ്പൗസ്, അത് നമ്പർ 2. അത് കഴിഞ്ഞാൽ നമ്പർ 3 ലെവലിൽ ഒരു മെനോപോസ് സ്ത്രീ. നിങ്ങളൊരു 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ഫ്ലാക്സീഡ് ഓയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ് കണക്കാക്കിയാൽ.
കാരണം നിങ്ങളെ ശരീരം ആകെ തുക തളർന്ന് എന്താ പറയാ തല കുത്തനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ എത്തിക്കാതിരിക്കാൻ കുറച്ചുകൂടെ നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫ്ലാക്സീഡ് ഓയിലിനെ കുറിച്ച് സഹായിക്കുന്നുണ്ടാവും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും. പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർക്കും ഫ്ലാക്സീഡ് ഓയിൽ വളരെയധികം ഗുണം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക ഒരു ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു പത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എല്ലാം ഹാർട്ട് ഡിസോർഡർ, ക്യാൻസർ, അതേപോലെ തന്നെ എന്താ പറയുക ആർത്രൈറ്റിക് പെയിന്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്താ പറയുക ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ വേണമെങ്കിൽ പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോശത്തിനുള്ളിൽ ഒരു ഫർണസ് ഉണ്ട്, ATP ഉണ്ട്, മൈറ്റോകോൺട്രിയ എന്ന് പറയും. ഈ മൈറ്റോകോൺട്രിയയില് എനർജി ഫർണസ് ആണ്, നമ്മളെ അടുപ്പ് എന്ന് പറയും. ഈ മൈറ്റോകോൺട്രിയ ആക്ട്സ് ലൈക്ക് എ ഫർണസ്. ഈ ഫർണസ് കത്തുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ആ ഫർണസിനെ കത്തിക്കാൻ നമ്മളെ ഫ്ലാക്സീഡ് ഓയിൽ, നമ്മൾ omega-3 എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് വളരെയധികം ഗുണം ചെയ്യും. നല്ല ഓക്സിജൻ സപ്ലൈ, നല്ല ബ്ലഡ് സപ്ലൈ ഒക്കെ ഹാർട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അവരുടെ മെന്റൽ ഇന്റലിജന്റ് കോഷ്യന്റ്, അവരുടെ IQ ലെവലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആണ്. പ്രഗ്നന്റ് ലേഡീസിന് ഫ്ലാക്സീഡ് ഓയിൽ വളരെ എഫക്റ്റീവ് ആണ്. പ്രഗ്നന്റ് ലേഡീസിന് ക്രിൽ ഓയിലും കൂടെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. കാരണം ആദ്യത്തെ 5 മാസം ഒരു 20 ആഴ്ച വരെ ഫീറ്റസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ കോളജൻ ഹെൽത്തിന് എഫക്റ്റീവ് ആണ്, ലാക്സേറ്റീവ് ആണ്, നല്ല ശോധന കിട്ടുന്നുണ്ടാവും. ദെൻ പലതരത്തിലുള്ള ക്യാൻസർ, ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ ഈസ് വെരി ഗുഡ് ഫോർ സ്കിൻ. വൈറ്റമിൻ ഇ ഈസ് വെരി ഗുഡ് ഫോർ ആന്റി ക്യാൻസറസ് ആയിട്ട് വൈറ്റമിൻ ഇ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മളെ സന്ധികളുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലാക്സീഡ് ഓയിൽ നമ്മളെ കിഡ്നിക്ക് വളരെ സേഫ് ആണ്. ഇപ്പം കിഡ്നി ക്രിയാറ്റിൻ ലെവലൊക്കെ 1.5-2 ഉള്ള ആൾക്കാർ പോലും ഫ്ലാക്സീഡ് ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ ലെവലിൽ വലിയ എന്താ പറയുക വ്യതിയാനങ്ങൾ വരാൻ ചാൻസ് ഇല്ല. കിഡ്നിയുടെ ലോഡ് കുറയ്ക്കാനായിട്ടും ഫ്ലാക്സീഡ് ഓയിൽ വളരെയധികം ഗുണം ചെയ്യുന്നത്. ന്യൂറോ എന്താ പറയുക എഫക്റ്റീവ് ആണ്. പലതരത്തിലുള്ള നാഡീഞരമ്പ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആണ്. DNA, കോശത്തിന്റെ DNA ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, ക്യാൻസർ റെസ്ട്രിക്ട് ചെയ്യാനൊക്കെ എഫക്റ്റീവ് ആണ് നമ്മുടെ ഫ്ലാക്സീഡ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി എന്ന് മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ്സ്. മെയിൻ ആയിട്ടും മെനോപോസ് സ്ത്രീകൾ, പഠിക്കുന്ന കുട്ടികൾ, ഹാർട്ട് കെയറിന്, സ്കിന്ന്, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്ലാക്സീഡ് ഓയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. 2 മുതൽ 4 സപ്ലിമെന്റ് വരെ ഒരു ദിവസം ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ശരിയായ നമ്മളെ റിയൽ ടോപ്പിക്കിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ ലാസ്റ്റ് ബട്ട് വൺ പ്രോഡക്റ്റ് ആണ്. ഇത് കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് കൊണ്ട്, അത് പ്രൊഡക്റ്റ് നമുക്കൊരു 2-3 മിനിറ്റ്സ് കൊണ്ട് കഴിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മാസ്റ്റർ പീസ്. ഇന്ന് വെസ്റ്റീജ് ആക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് എന്ന് പറയും. നേരത്തെ നമ്മള് ഫൈബറിനെ കുറിച്ച് കണ്ടു, പ്രോട്ടീനെ കുറിച്ച് നമ്മൾ കണ്ടു, omega-3 എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സിനെ കുറിച്ച് സംസാരിച്ചു. ഹാവ് യു ഹേർഡ് അബൌട്ട് എനിവൺ ടോക്കിംഗ് അബൌട്ട് മിനറൽസ്? ആരെങ്കിലും മിനറൽസിനെ കുറിച്ച് സംസാരിക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷനിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നയാളോ ധാതുക്കളെ കുറിച്ച് സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പറയപ്പെടുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു ധാതുവാണ്. നമ്മുടെ ശരീരത്തിൽ 86 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് വരാൻ പ്രധാന കാരണം മഗ്നീഷ്യത്തിന്റെ ഷോർട്ടേജ് ആണ്. സീറം മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഒരു ഹരമായിരിക്കും. പൈസ ഒരു വിഷയമേ അല്ല. നിങ്ങൾ ഭാര്യയും കൂടെ ഷോപ്പിങ്ങിന് പോയാൽ ആന കരിമ്പിൻ തോട്ടത്ത് ഇറങ്ങിയ പോലെയായിരിക്കും നിങ്ങളെ ഭാര്യ കയറി നനയുന്നുണ്ടാവും. ശരിയല്ലേ? ഇതേപോലെയാണ് നമ്മളെ ബ്ലഡിൽ സീറം മഗ്നീഷ്യം ഉണ്ടെങ്കിൽ. അപ്പം ഫാസ്റ്റിംഗ് ഇൻസുലിൻ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, സീറം മഗ്നീഷ്യം കൂടെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങളുടെ പോക്കറ്റ് മണി എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സീറം മഗ്നീഷ്യം കുറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് മണി കുറഞ്ഞു വരുന്നു, നിങ്ങളെ പർച്ചേസിങ് പവർ കുറഞ്ഞു വരുന്നു എന്നർത്ഥം. പർച്ചേസിങ് പവർ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 86 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസിലേക്ക് നയിക്കും. ഈ ഒരൊറ്റ ന്യൂട്രീഷൻ, മഗ്നീഷ്യം എന്ന് പറയുന്ന സാധനം. Magnesium is not a protein, magnesium is not a vitamin, magnesium is not a prebiotic or probiotic or omega-3. Magnesium is just a mineral. ഇതേപോലെ ശരീരത്തിന് 100-ൽ കൂടുതൽ മിനറൽസ് ആവശ്യമാണ്.
നേരത്തെ പറഞ്ഞു മിനറൽസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്, അല്ലെങ്കിൽ വെള്ളത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് കിട്ടുന്നത്. സയന്റിസ്റ്റ് ഹാവ് റിലേറ്റഡ് ഈച്ച് ആൻഡ് എവറി ഡിസീസ് റിലേറ്റഡ് ടു എനി മിനറൽ ഷോർട്ടേജ്. ഏതെങ്കിലും 1, 2, 3, 5, 10 മിനറൽസിന്റെ ഷോർട്ടേജ് കൊണ്ടായിരിക്കാം ഇന്ന് കാണുന്ന ഡയബറ്റീസ് ആയിക്കോട്ടെ, ഹാർട്ട് പ്രോബ്ലം ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, തേയ്മാനം ആയിക്കോട്ടെ, ഹോർമോണൽ ഇംബാലൻസ് ആയിക്കോട്ടെ, ഹാഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡിസം ആയിക്കോട്ടെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിക്കോട്ടെ, ഇമ്മ്യൂണിറ്റി കൺസേൺഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിക്കോട്ടെ, ന്യൂറോ ഡീജനറേറ്റീവ് ആയിക്കോട്ടെ, ഈവൻ സൈക്കാട്രിക് വരെ പലതരത്തിലുള്ള മിനറൽസിന്റെ കുറവാണ്. ഉറക്കക്കുറവ് വരെ, രാത്രി കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല, അതുവരെ പലതരത്തിലുള്ള മിനറൽസിന്റെ ഷോർട്ടേജ് ആണ്. നമുക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും മിനറൽസ് ആവശ്യമാണ്. നടക്കാനും, ഓടാനും, ചിന്തിക്കാനും, സംസാരിക്കാനും, ഉറങ്ങാനും, എല്ലാത്തിനും നമുക്ക് എനർജിയും മെറ്റബോളിസത്തിനും എല്ലാത്തിനും നമുക്ക് എന്താ പറയാ മിനറൽസ് വളരെ ആവശ്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ന്യൂട്രീഷനാണ് മിനറൽ എന്ന് പറയുന്നത്. ഇപ്പൊ നേന്ത്രപ്പഴത്തിൽ പൊട്ടാഷ്യം ഉണ്ട്, പാലില് കാൽഷ്യം ഉണ്ട്, മാങ്ങയില് മാംഗനീസ് ഉണ്ട്, സ്പിനച്ചില് അയേൺ ഉണ്ട്, കോഴിമുട്ടയില് സിങ്ക് ഉണ്ട്, സെലീനിയം ഉണ്ട്. അപ്പൊ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡും വെള്ളവും, ഭക്ഷണവും വെള്ളവും കൂടെ കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം എത്ര മിനറൽസ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 15 മുതൽ 18 മിനറൽസ് ആണ് ഒരു ദിവസം ആവറേജ് ആയിട്ട് കിട്ടുന്നത്. ഈവൻ റെയിൻ വാട്ടറിൽ വരെ 18-ൽ കൂടുതൽ മിനറൽസ് ഇല്ല എന്നാ പറയുന്നത്. So minerals assist our body, it maintains proper water balance. ശരീരത്തിന്റെ ഓർഗൻ ഫങ്ഷൻസ് മെയിൻ ആയിട്ടും ബ്രെയിന്, ഹാർട്ട്, കിഡ്നി, ലങ്സ്, ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് കണ്ണിന്റെ ആരോഗ്യം, ഈ 6 എണ്ണത്തിനും എന്തിന്റെ ആവശ്യമാണ്? ബ്രെയിന്, ഹാർട്ട്, കിഡ്നി, ലങ്സ്, ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഐ സപ്പോർട്ട്, ഇതിനെല്ലാത്തിനും മിനറൽസ് വളരെ ആവശ്യമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം മിനറൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മിനറൽസ് നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം. മിനറൽസിന് ഏറ്റവും നല്ല സോഴ്സ് ഒന്നുകിൽ മണ്ണ് തിന്നാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാം. മണ്ണ് എന്തായാലും തിന്നാൻ പറ്റൂല. അതുകൊണ്ട് നല്ല മണ്ണിലൂടെ വേര് കളക്ട് ചെയ്യുന്ന ചെടികളിൽ നിന്നും, ഫലങ്ങളിൽ നിന്നും, തണ്ടുകളിൽ നിന്നും അതിന്റെ ഫ്രൂട്ടും സ്റ്റെമ്മും റൂട്ടും ഒക്കെ കഴിക്കുക. ഇല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ എന്ത് സോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കാൻ പോകും. മിനറൽസിന് 4 ദൗത്യങ്ങളാണ്: നറിഷ്മെന്റ്, അബ്സോർപ്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കൺവേർഷൻ എന്ന് പറയും. നറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സെൽ നറിഷ്മെന്റ്, കോശങ്ങൾ ക്ലീൻ ആയി നിൽക്കാൻ, കോശങ്ങൾ ഹെൽത്തി ആവാൻ, കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രഷ് ആയിട്ട് നിൽക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മിനറൽസ് ആണ്. അബ്സോർപ്ഷൻ, പലതരത്തിലുള്ള പോഷകങ്ങൾ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടണമെങ്കിൽ മിനറൽസ് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, കാൽഷ്യം ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ മഗ്നീഷ്യം വളരെ ആവശ്യമാണ്. വൈറ്റമിൻ D3, വൈറ്റമിൻ D2 ആണ് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. അത് D3 കൺവേർട്ട് ചെയ്യണമെങ്കിൽ മഗ്നീഷ്യം ആവശ്യമാണ്. കൺവേർഷൻ, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ പോഷകങ്ങൾ ശരീരത്തിന് അതാത് സമയം കോശങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്മോൾ ഇൻറ്റെസ്റ്റൈനുള്ള ഡുയോഡനം, ജിജിനം എന്ന് പറയുന്ന 2 പോർഷനിൽ നിന്നാണ് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒമേഗ-3 ഫാറ്റ്സും എല്ലാം പലതരത്തിലുള്ള ഭാഗങ്ങളിലേക്ക്. നമ്മൾ കഴിക്കുന്ന ഒമേഗ-3 മൊത്തം തലച്ചോറിലേക്ക് മാത്രമല്ല പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസമയം നേരെ മുട്ടിലേക്ക് മാത്രമല്ല പോകുന്നത്. ശരീരത്തിൽ എവിടെയൊക്കെ തേയ്മാനമുണ്ടോ അവിടെയൊക്കെ ഗ്ലൂക്കോസമയം ഡിസ്പേഴ്സ് ചെയ്ത് പോകും. ഈക്വലി ഡിവൈഡഡ് ആണ്. ശരീരത്തിന് അറിയില്ല അവിടെ മുട്ടിന്റെ വേദന ഉണ്ട്, ആള് മുട്ടുവേദനയ്ക്ക് ഭയങ്കര സഹിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസമയം കഴിക്കുന്ന മൊത്തം മുട്ടിലേക്ക് പോട്ടെ എന്ന് ശരീരം പറയൊന്നുമില്ല. അങ്ങനത്തെ മെക്കാനിസം ഒന്നും എന്റെ നിങ്ങളുടെ ബോഡിയിൽ ഇല്ല സുഹൃത്തെ, അത് മനസ്സിലാക്കുക. ഇറ്റ് വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് വേണം? മിനറൽസ് ആവശ്യം വേണം. അപ്പൊ നിങ്ങൾ സപ്ലിമെന്റ് കഴിച്ചാൽ മാത്രം പോരാ, ഈ സപ്ലിമെന്റ് ശരീരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മിനറൽസ് കൂടെ കഴിക്കണം. ഫെറ്റീഗ്നെസ്, തളർച്ച, മിനറൽസിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തളർച്ച ഉണ്ടാവാം, നംബ്നെസ്, ഒരു സെൻസിറ്റിവിറ്റി കുറയാം, മരവിപ്പ് ഉണ്ടാവാം, മസിൽ പേശി വലിവ് ഉണ്ടാവാം, പല്ലിൽ പുളിപ്പുണ്ടാവാം, അതേപോലെ തന്നെ ഫോക്കസ് ഇല്ലായ്മ വരാം, കൺഫ്യൂഷൻസ് വരാം, മെന്റൽ ക്ലാരിറ്റി വരാം, ബ്രെയിൻ ഫോഗിങ് എന്ന് പറയും. ബ്രെയിൻ ഫോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോവാന്ന് പറയില്ല. പെട്ടെന്ന് നമ്മൾ ഒരു ടെൻഷൻ, സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വരെ നമ്മളെ മിനറൽസുമായിട്ട് കണക്ട് ആണ്. ഇമ്മ്യൂണിറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഹെയറും നെയിൽസും ഒക്കെ പൊട്ടിപ്പോകുന്നു, ഇതൊക്കെ മിനറൽ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കാം. മറയപ്പെടുന്നത് തൈറോയ്ഡ് പ്രശ്നങ്ങൾ അയോഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. ആർത്രൈറ്റിക് ഓസ്റ്റിയോപോറോസിസ് പ്രശ്നങ്ങൾ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ്. വിളർച്ച അയൺ ഡെഫിഷ്യൻസിയാണ്. ജനറ്റിക് ഡിസോർഡർ, അതേപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഇമ്മ്യൂണിറ്റി പ്രശ്നം സിങ്കിന്റെ പോരായ്മ കൊണ്ടാണ്. ടൂത്ത് ഡീക്കെ ഫ്ലോറൈഡിന്റെ പോരായ്മയാണ്.
ക്യാൻസർ, കാർഡിയോ മയോപ്പത്തി ഒക്കെ വരാനുള്ള കാരണം സെലീനിയം എന്ന് പറയുന്ന മിനറൽസിന്റെ കുറവാണ്. സെലീനിയം നമ്മളെ ഡയബറ്റിക് ഹെൽത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. സെലീനിയം, മെഗ്നീഷ്യം ആൻഡ് ക്രോമിയം ആർ ദ വെരി 3 ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഫോർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഹൈപ്പർ ഇൻസുലിനീമിയ. വളരെ എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഈ മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മളിലുണ്ട്, സീബക്തോൺ. റിച്ച് ഇൻ സെലീനിയം, റിച്ച് ഇൻ മെഗ്നീഷ്യം ആൻഡ് റിച്ച് ഇൻ ക്രോമിയം, റിച്ച് ഇൻ വൈറ്റമിൻ സി ഓൾസോ ആൻഡ് വൈറ്റമിൻ ഡി ഓൾസോ ടു പ്രൊട്ടക്ട് നമ്മളെ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന കേസിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വൈറ്റമിൻ ഡി വളരെ ഹെൽപ്ഫുൾ ആണ്. അത് മിനറൽ ഡ്രോപ്സും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മാംഗനീസ് സെക്സ് ഹോർമോൺസ്, മെറ്റബോളിസത്തിന്. മെഗ്നീഷ്യം ഞാൻ പറഞ്ഞു 86ഓളം ഡിസീസ് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് മെഗ്നീഷ്യം ഷോർട്ടേജ്. ഇങ്ങനെ ഓരോ സൾഫർ സ്കിന്നിന്, സിലിക്കോൺ കാർട്ടിലേജിന്, ക്രോമിയം ബ്ലഡ് ഷുഗറിന്, ഇങ്ങനെ നമുക്ക് എന്താ പറയാ ഒരുപാട് മിനറൽസ് ആവശ്യമാണ്. അസിറ്റോണിയം, അമേരിക്കം, ആർഗൺ, അസ്റ്റനൈൻ, ബേറിയം, ബെറീലിയം, ബോറോൺ, ബോറിയം, ബ്രോമൈൻ, കാഡ്മിയം, കേഷ്യം, ക്ലോറൈൻ, ഡേംനിയം, ഫെറിയം, ഫെർമീനിയം, ഫ്ലോറൈൻ, ഫെർനേഷ്യം, ഗാനോഡിലിയം, ജെർമേനിയം, ഹാലീനിയം, ഹാസ്യം, ഹൈഡ്രജൻ, ഇറീഡിയം, ക്രിപ്റ്റോൺ, ലാൻഥേനിയം, മോളിബ്ഡനം, നിയോൺ, നിക്കൽ, നൈട്രജൻ, ഓസ്മിയം, പ്ലാറ്റിനം, പൊളോണിയം, പ്രോമെഥിയം, റേഡിയം, റാഡോൺ, റിബീഡിയം, സമേറിയം, സിലിക്കൺ, സ്ട്രോൺഷ്യം, സൾഫർ, ടെലേറിയം, ത്രോമിയം, ടൈറ്റാനിയം, ടങ്സ്റ്റൺ, യുറേനിയം, വെനേഡിയം, സിൽവർ, ഗോൾഡ്, ബ്രോൺസ്, ഇതെല്ലാം എന്താ സാധനം? മിനറൽസ് ആണ്. ഞാൻ പറഞ്ഞതിൽ ഏകദേശം 40-42 എണ്ണേ ഉള്ളൂ. പക്ഷേ നേരത്തെ കണ്ട 60 ml ബോട്ടിലിലെ 66 മിനറൽസ് അടങ്ങിയിട്ടുണ്ട് സുഹൃത്തെ. 66 മിനറൽസ്. I would say the most miraculous product Vestige has ever launched in the world is #1 category concentrate mineral drops. No doubt about that. And the one and the only company, and the Vestige is the only company in India was launched such a fantastic product. Only company, വേറൊരു കമ്പനിക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല. നമ്മളാണ് മാർക്കറ്റിൽ ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് മിനറൽസിന്റെ ആവശ്യകതയെക്കുറിച്ചും മിനറൽസിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളാണ് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്. കഴിഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്, ലാസ്റ്റ് സ്ലൈഡ്. യെസ്, ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അടുത്ത സ്ലൈഡ്. ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഓഫ് ഊട്ട എന്ന് പറയുന്ന US-ലെ ഒരു ലേക്കാണ്. ഇറ്റ്സ് എ ലേക്ക്, ഇറ്റ്സ് എ റിവർ ലൈക്ക് ലേക്ക് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സോൾട്ട് കണ്ടന്റ് വളരെ ഹൈ ആണ്. ഇത് 60-70 കാലഘട്ടങ്ങളിൽ അവിടെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ആമവാദം, സന്ധിവാദം, തേയ്മാനം, കൈകാലുകൾക്ക് തരിപ്പ്, വേദന, സർക്കുലേഷന്റെ കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അവിടെ സമയത്ത് ഒരു ഡോക്ടർ പേര് ഞാൻ മറന്നു, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. ആ ഡോക്ടർ അത് എന്ത് ചെയ്തു വെച്ചാൽ ഈ ലേക്കിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തു. ആഫ്റ്റർ കൺസ്യൂമിങ് 5-6 months, 5-6 മാസം കൺസ്യൂം ചെയ്തതിന് ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് തേയ്മാന അസുഖം, തളർവാദം, സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങൾ, മെറ്റബോളിക് റേറ്റ്, തരിപ്പ്, എന്താ പറയാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലത്തെ ആമവാദം പോലത്തെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ല മാറ്റം കിട്ടി. അപ്പൊ മനസ്സിലായി ഇതിൽ എന്തോ ഒരു സംഗതി ഉണ്ടെന്ന്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് റിച്ച് കോൺസെൻട്രേറ്റഡ് മിനറൽസ് ആണ് ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ ടേക്ക് ഓവർ ചെയ്തതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. മനസ്സിലാക്കിയതിനു ശേഷം മനസ്സിലായത് ഇന്ന് ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു വെള്ളമാണ് ഇത്. ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് കിട്ടും. നേരത്തെ പറഞ്ഞ രോഗലക്ഷണത്തിന് എല്ലാത്തിനും ഒരു പരിഹാരം കൂടിയാണ് ഈ മിനറൽ ഡ്രോപ്സ് എന്ന് പറയുന്ന സംഗതി. ഞാൻ പറഞ്ഞു മസിൽ ആക്ടിവിറ്റീസ്. ഞാനൊക്കെ ജിമ്മിൽ പോകുന്ന സമയത്ത് ഒരു 7 to 8 ഡ്രോപ്സ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോവുക ചെയ്യാം. നല്ല എനർജി ലെവൽ കിട്ടും, നല്ല മെറ്റബോളിക് റേറ്റ് കിട്ടും. നമുക്ക് ടയേർഡ്നെസ്, ഞാനൊക്കെ ഒരു ദിവസം 2 പോർഷൻ കഴിക്കും. പല ആൾക്കാരും 80% ആൾക്കാരും ഒരു ഭാഗം മാത്രമേ കളിക്കൂ. ഒന്നുകിൽ ചെസ്റ്റ്, അല്ലെങ്കിൽ ലാറ്റ്, അല്ലെങ്കിൽ ഷോൾഡർ, അല്ലെങ്കിൽ ലെഗ്, പിന്നെ ആംസും ട്രൈസും ബൈസും ഒരു ദിവസം അങ്ങനെ കളിക്കും. ഒരു ദിവസം കാർഡിയോ വർക്കൗട്ട് അങ്ങനെയാണ് ചെയ്യുക. ഞാൻ ഒരു ദിവസം 2 വർക്കൗട്ട് ചെയ്യാറുണ്ട്. ചെസ്റ്റും ട്രൈസും ലാറ്റും ബൈസും അതുപോലെ തന്നെ ഷോൾഡറും ലെഗും ഒരു ദിവസം കാർഡിയോ വർക്കൗട്ട്. നിങ്ങൾ 6-5-11 റൗണ്ട് വർക്കൗട്ട് ചെയ്താൽ അത് കഴിഞ്ഞ് 10 മിനിറ്റ് കാർഡിയോ എക്സസൈസ് ചെയ്താലും പോലും
നമുക്ക് ശരീരത്തിന് ഒരു തളർച്ചയോ ഈവൻ ഇൻ എക്സ്ട്രീം സമ്മർ ആണെങ്കിൽ പോലും തളർച്ചയോ ക്ഷീണമോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. ദാറ്റ് മച്ച് ഓഫ് മോസ്റ്റ് എന്താ പറയാ, നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. എനിക്ക് ഇതിൽ പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എവറി 3 months രക്തം ഡൊനേറ്റ് ചെയ്യുന്ന ആളല്ല. ഞാൻ എന്റെ ചരിത്രത്തിൽ 61 തവണ ഞാൻ ബ്ലഡ് ഡൊനേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത എനിക്ക് ഡ്യൂ September 1 ആണ്. അപ്പൊ ഞാൻ എന്റെ മുന്നത്തെ കൊല്ലം ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു 10-14 മാസങ്ങൾക്ക് മുന്നേ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് എന്റെ ഹീമോഗ്ലോബിൻ 12.6 മുകളിലേക്ക് പോകുന്നേ ഇല്ല. സ്പിർലിന പ്രോട്ടീൻ ഒക്കെ റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്യാറുണ്ടെങ്കിൽ പോലും 12.6 മുകളിൽ അടുക്കുന്നില്ല. 12.5 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തം കൊടുക്കാം. യു ക്യാൻ അഫോർഡ് ടു ഡൊണേറ്റ്, നോ പ്രോബ്ലം. അപ്പം ഞാൻ ഈ കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്സ് ഇറങ്ങിയ സമയത്ത് ഒരു നേരം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. ഇറങ്ങിയ സമയത്ത് 1.5 കൊല്ലം ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു നേരം ഒരു 8-9 തുള്ളിയൊക്കെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുമായിരുന്നു. അങ്ങനെ 3 months കൺസ്യൂം ചെയ്ത് 3 months കഴിഞ്ഞ് അടുത്ത ബ്ലഡ് കൊടുക്കാൻ വേണ്ടി എന്റെ റുട്ടീൻ ആയ സമയത്ത്, ടൈം ആയ സമയത്ത് എന്നെ ഹിമോഗ്ലോബിൻ കൗണ്ട് ചെക്ക് ചെയ്ത സമയത്ത് 14.6 വിത്തിൻ 3 months. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഏറ്റവും വലിയ എഫക്റ്റ് എവിടെയാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലോട്ടിങ് ഉണ്ടാവില്ല. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ബ്രാക്കറ്റിലിട്ട് റെഡ് ലൈൻ ഇട്ട് അണ്ടർലൈൻ ചെയ്തോ, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് പ്രോഡക്റ്റ്, ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത്. ക്ലോട്ടിങ് ഉണ്ടാവില്ല. എന്താണ് ക്ലോട്ടിങ്? സ്ട്രോക്ക്, ഇറ്റ്സ് ഡ്യൂ ടു ക്ലോട്ടിങ്. വാരിക്കോസ്, ഇറ്റ്സ് ഡ്യൂ ടു ക്ലോട്ടിങ്. കാർഡിയക് ഡിസോർഡർ, ഇറ്റ്സ് ഡ്യൂ ടു ക്ലോട്ടിങ്. എനി ടൈപ്പ് ഓഫ് ഹോർമോൺ ഡിസോർഡർ, ഇറ്റ്സ് ഡ്യൂ ടു ബ്ലഡ് ക്ലോട്ടിങ്. Why? Because if you are above 30 വയസ്സിന് ശേഷം നിങ്ങൾ 35% of blood is clotted inside the blood vessel. നിങ്ങൾ മൈക്രോസ്കോപ്പിക് വെസലിൽ നിങ്ങളുടെ ബ്ലഡ് വെസൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വെറുതെ രക്തം എല്ലാം കൂടെ കൂട്ടം കൂടി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നിങ്ങൾ കവലയിലും ബസ് സ്റ്റോപ്പിലൊക്കെ കുറെ സുഹൃത്തുക്കൾ കൂട്ടം കൂടി കിടക്കുന്ന കണ്ടിട്ടില്ല, ഒരു ആവശ്യമില്ലാണ്ട്. അതേപോലെ നിങ്ങളുടെ രക്തം കൂട്ടം കൂടി കിടക്കുകയാണ്. നിങ്ങൾ ശരീരത്തിനകത്ത്, എന്റെ ശരീരത്തിനകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്, RBC ഉണ്ട്, പക്ഷേ ഇവൻ കൂട്ടം കൂടി കിടക്കുകയാണ്. ഡിസ്പേഴ്സ്ഡ് അല്ല, ഇവൻ ക്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇവൻ വെറുതെ വേസ്റ്റ് ആയിട്ട് വെറുതെ ഒരു പണിയും എടുക്കാണ്ട് അവിടെ വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ഇപ്പൊ പണി എടുക്കണം എന്ന് പറയില്ലേ, അതേപോലെ ഒരു പണി എടുക്കാണ്ട് വെറുതെ കൂട്ടത്തിൽ എണ്ണത്തിന് കൂട്ടാൻ കിടക്കണം. പക്ഷെ സാമ്പിൾ ഇട്ട് കിട്ടൂല. കാരണം എന്താ? ക്ലോട്ടായി കിടക്കണേ. ഈ സാധനം ഉപയോഗിച്ച സമയത്ത് ഇവൻ ഡിസ്പേഴ്സ്ഡ് ആയി, ഇവൻ തെറിച്ച്, ഇവൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ടിങ് മാറി. ക്ലോട്ടിങ് മാറിയ സംഭവിക്കുക എന്താ? ബ്രെയിനിലേക്ക്, ഹാർട്ടിലേക്ക് നല്ല രക്തചംക്രമണം കിട്ടും. നിങ്ങൾക്ക് കാലിലെ വെയിൻസിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. സർക്കുലേഷന് നല്ല മാറ്റം ഉണ്ടാവും. തരിപ്പിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഇത് മിറക്കിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് വിത്തിൻ ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ്. ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾ ക്ലോട്ടിങ് മാറിയ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ചരിത്രങ്ങളുണ്ട്. എക്സലന്റ് റിസൾട്ട് ആണ് നമ്മൾ CMD-യിലൂടെ കിട്ടുന്നത്. ഇറ്റ്സ് എൻ അമേസിങ് പ്രോഡക്റ്റ്. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. കാരണം 66 മിനറൽസ് കിട്ടുന്ന വേറൊരു പ്രൊഡക്റ്റ് ഭൂലോകത്തെ ചരിത്രത്തിൽ ഇല്ല. നെക്സ്റ്റ് സ്ലൈഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഷോപ്പിൽ പോയ സമയത്ത് ഞാൻ ഈ സാധനം കണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് 260 രൂപയാണ് ഈ ബോട്ടിലിന്. സാധാരണ കുടിവെള്ളമാണ് ഈ സാധനം. മനസ്സിലാക്കേണ്ട സുഹൃത്ത്, എവിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഞാനൊരു ഡ്രൈ ഫ്രൂട്ട്സ് ഷോപ്പ് പോയ സമയത്ത് അവിടെ വിൽക്കാൻ വെച്ചൊരു വെള്ളമാണ്. അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് വിരാട് കോഹ്ലിയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാൻ മിഞ്ഞാന്ന് വിംബിൾഡൺ ടെന്നീസ് കണ്ടു. യാനിക് സിന്നറിന്റെ കളി കണ്ടു. യാനിക് സിന്നർ ഇന്ന് ടെന്നീസിലെ വേൾഡ് നമ്പർ 1 പ്ലെയർ ആണ്, ഇറ്റാലിയൻ. യാനിക് സിന്നറും കെച്ചനോവും ആരോ കളിക്കുന്നുണ്ട്. പ്രീ ക്വാർട്ടർ ആയിരുന്നു കളി. യാനിക് സിന്നറിന്റെയും കെച്ചനോവിന്റെയും ഡഗ് ഔട്ടില് ടെന്നീസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈച്ച് ആൻഡ് എവറി 2 games കഴിഞ്ഞാൽ അവർ 2 minutes റെസ്റ്റ് എടുക്കും. അവർ വെള്ളം കുടിക്കും. സിപ്പായിട്ടാണ് അവർ വെള്ളം കുടിക്കുക. ഈ സിന്നറിന്റെ ഈ ഡഗ് ഔട്ടില് മറ്റേ കൊടേന്റെ താഴെ 6 വ്യത്യസ്ത ബോട്ടിൽ ഞാൻ കണ്ടു. ഓരോ ബോട്ടിൽ നിന്നും അര സിപ്പ് ഇച്ചിരി എന്റെ സലൈവ നനയ്ക്കുന്ന പോലെയാണ് ഇദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു, ഇത് മിനറലാണ്. ഈ സാധനം 260 രൂപയ്ക്കാണ് ഒരു മാർക്കറ്റിൽ വിൽക്കുന്നത്. ആൽപ്സ് പർവ്വതത്തൊന്ന്, ഫ്രഞ്ച് ആൽപ്സ് പർവ്വതത്തൊന്ന് എടുക്കെന്നാ പറഞ്ഞത്. ഇതിൽ എത്ര മിനറൽസ് അടങ്ങിയതിൽ കൊടുത്തിട്ടില്ല. ഇത് കോൺസെൻട്രേറ്റഡ് അല്ല. ഇത് 1 ലിറ്റർ വെള്ളത്തിന് 260 രൂപ കൊടുക്കണം. അതാണ് വിരാട് കോഹ്ലി, യാനിക് സിന്നറും ജോക്കോവിച്ചും റൊണാൾഡോയും മെസ്സിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാമിനയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 260 രൂപ ലിറ്റർ വെള്ളത്തിന് നിങ്ങൾക്ക് വാങ്ങി കുടിക്കാൻ പറ്റുമോ? എനിക്ക് വാങ്ങി കുടിക്കാൻ പറ്റുമോ? വി കാന്റ് അഫോർഡ്. നമ്മുടെ CMD 133 ബോട്ടിലേക്ക് മാറ്റാം. ഇതേപോലെ ഒരു ബോട്ടിലിന് 7 രൂപ, ഇതൊരു ബോട്ടിലിന് 260 രൂപ. ആര് പറഞ്ഞ് CMD വില കൂടുതലാണെന്ന്? 7 രൂപയ്ക്ക് നിങ്ങൾക്ക് 66 മിനറൽസ് കിട്ടുന്ന വേറെ ഏത് പോഷകമാണ് ഈ നാട്ടിലുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. ഇത് 260 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങി കഴിക്കുന്ന സാധനമാണ്. നമ്മളത് വെറും 7 രൂപ എവിടെ നമ്മുടെ കിടക്കുന്നത്? ആലോചിച്ചു. ദ മോസ്റ്റ് എക്കണോമിക്കൽ പ്രൊഡക്റ്റ് ആൻഡ് ദ മോസ്റ്റ് വാല്യുബിൾ പ്രൊഡക്റ്റ് ആൻഡ് മോസ്റ്റ് ന്യൂട്രീഷ്യസ് പ്രൊഡക്റ്റ് ആൻഡ് ദ മോസ്റ്റ് റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ്, ദാറ്റ് ടു ഇൻ എ വെരി എക്കണോമിക്കൽ റേറ്റ്. ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റും. വി ഹാവ് ടു എഡ്യൂക്കേറ്റ്.
നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടാണ് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇറ്റ്സ് എ മിറക്കുലസ് പ്രൊഡക്റ്റ്. ഓക്കെ, ലാസ്റ്റ് പ്രൊഡക്റ്റ്, ലാസ്റ്റ് സ്റ്റൈലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്റെ ടൈം ഏകദേശം കഴിയാനായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ടാവും. ഇത് എന്താ പറയാ, ഇന്ന് അമേരിക്കയുടെ പോപ്പുലേഷനേക്കാളും യൂറോപ്പിന്റെ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പോപ്പുലേഷൻ മൊത്തം കൂട്ടുകയാണെങ്കിൽ ഒരു 40-45 കോടി ഉണ്ടാവും. 40 കോടി ഉണ്ടാവും. 40-45 ക്രോർസ്. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ തേയ്മാന സംബന്ധമായ അസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ 30% of Indian population above 40 are suffering from osteoarthritis because of lack of mobility. ഒരു മൊബിലിറ്റിയും ഇല്ല, അല്ലെങ്കിൽ എക്സസ് മൊബിലിറ്റി ആണ്. എക്സസ് മൊബിലിറ്റി ഇല്ല, കാരണം ഇന്ത്യയിൽ വെറും 10% താഴെ വ്യക്തികൾ മാത്രമേ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. 54% ഇന്ത്യക്കാരും കുഴിമടിയന്മാര്. ഒരു വർക്കൗട്ടും ചെയ്യാതെ, നടക്കുക പോലും ചെയ്യാതെ, ടിവിന്റെ റിമോട്ട് ഒന്ന് എടുക്കുമോളെ എന്ന് പറഞ്ഞ കുട്ടീനെ കൊണ്ട് എടുപ്പിക്കാന്നല്ലാണ്ട് നമ്മൾ പോയി റിമോട്ട് പോലും എടുക്കാൻ മാനസികാവസ്ഥ കാണിക്കാത്ത 54% കുഴി മടിയന്മാരാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ടാണ് തേയ്മാന സംബന്ധമായ അസുഖം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതും ഇന്ത്യയിലാണ്. തേയ്മാനം എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ രണ്ട് മുട്ടിന്റെ ഇടയിൽ, രണ്ട് എല്ലിന്റെ ഇടയിൽ ഒരു കാർട്ടിലേജ്, ഒരു ധരുണാസ്ഥി, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് നമ്മൾ ആക്ഷൻ, ഒന്നുകിൽ തീരെ ആക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിലും ഫ്ലൂയിഡ് തേഞ്ഞു പോവാം, അല്ലെങ്കിൽ അമിതമായ ആക്ഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം അമിതമായിട്ടുള്ള വണ്ണം വെക്കുന്ന സമയത്താണ്, ഒബേക്ക് ആവുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഒന്നുകിൽ തീരെ ആക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഓവർ വെയിറ്റ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇഞ്ചുറീസ്, അല്ലെങ്കിൽ ഫോളൻ ഇഞ്ചുറീസ് ഒക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തേയ്മാനം ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്കൊക്കെ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സിംറ്റംസ് തോന്നാറുണ്ട്, ഇല്ലേ? തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് കെയർ ചെയ്യാറില്ല. ഇതിന് ഏറ്റവും ഉത്തമ പരിഹാരമാണ് നമ്മളെ ഗ്ലൂക്കോസമൈൻ ആൻഡ് കോൺട്രിയോട്ടിൻ എന്ന് പറയുന്ന സപ്ലിമെന്റ്. ഇത് ചില്ലറ, അതായത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാണേണ്ട ഒരു അസുഖമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം കോംപ്രമൈസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അല്ലേ? ഓട്ടോറിക്ഷ കയറാൻ പറ്റില്ല, കാറിൽ കയറാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, അല്ലെ? 2 വീലറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല, നമസ്കരിക്കാൻ പറ്റില്ല, അല്ലെ? എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആലോചിച്ച് നോക്ക്. അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ ഒരിക്കലും പറ്റില്ല. വന്നിട്ടില്ലല്ലോ, നമുക്ക് അറിയുന്നുണ്ടാവും. പ്രത്യേകിച്ചും ഈ പറയുന്ന ഒബേസിറ്റിയും വിത്ത് എന്താ പറയുക ആർത്രൈറ്റിക് ആണെങ്കിൽ ചോദിക്കേ വേണ്ട. കുഞ്ഞിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ അതിന് ഉത്തമ പരിഹാരമാണ് നമ്മളെ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ കാർട്ടിലേജിനെ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ലൂബ്രിക്കൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. ഓയിലിംഗ് ഗ്രീസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ മെഷീനറി നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഓയിലിംഗ് ഗ്രീസ് ഒക്കെ ഒഴിച്ചു കൊടുക്കൂല, അതേപോലെ അതിന് വേണ്ട ഓയിലിംഗ് ഗ്രീസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സാധനം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ജോയിന്റിനെ എന്താ പറയാ മൊബിലിറ്റി കൂട്ടാന്, ജോയിന്റിന്റെ ലൂബ്രിക്കേഷൻ കൂട്ടാന്, ജോയിന്റിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാന്, ഇൻഫ്ലമേഷൻ എന്തെങ്കിലും തേയ്മാനങ്ങൾ ഉണ്ടെങ്കിൽ ആ തേയ്മാനത്തിന് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യാനും, അതേപോലെ തന്നെ കാർട്ടിലേജിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒരു C-cell ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നിങ്ങൾ കാണേണ്ട ഒരു സ്ലൈഡാണ്. നമ്മളെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു ഫ്രണ്ടിന് നമ്മുടെ ഗ്ലൂക്കോസമൈൻ കഴിക്കുന്നതിന് മുൻപ് അവരെടുത്തൊരു എക്സ്റേ ആണ്. കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി മാസം 2023 ഫെബ്രുവരി മാസം എടുത്തൊരു എക്സ്റേ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലെ റിംഗിലിട്ട് കാണാൻ പറ്റും, 2 എല്ലും കൂടെ കൂട്ടി ഒരത്തി കിടക്കുകയാണ്. ഈ 2 കൂടെ കൂട്ടി ഒരതുമ്പോഴാണ് നമ്മൾ നടക്കുമ്പോൾ, ഓടുമ്പോൾ, ആക്ഷൻ കൂട്ടുന്ന സമയത്ത് അസഹനീയമായ വേദന ഉണ്ടാവുന്നത്. കാരണം അവിടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാരണം കാർട്ടിലേജ് കംപ്ലീറ്റ് തേഞ്ഞു പോയിട്ടുണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് തേഞ്ഞു പോയിട്ടുണ്ട്, ഈവൻ ആ ലിഗമെന്റിന് വരെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. മുട്ടിന് അലൈൻമെന്റ് വരെ തെന്നിക്കിടക്കുക. പല ആൾക്കാരെ മുട്ട് അർജുനന്റെ അമ്പ് പോലെയാ, അല്ല അർജുനന്റെ വില്ല് പോലെയാ, കണ്ടിട്ടില്ലേ? അമ്പല്ല, വില്ല്, സോറി, വില്ല് എന്ന് പറഞ്ഞാൽ മുട്ടങ്ങനെ ബെൻഡായി വളഞ്ഞു കിടക്കുന്നുണ്ടാവും. നെക്സ്റ്റ് സ്ലൈഡ്. 4.5 മാസം ഗ്ലൂക്കോസമൈൻ 1500 mg വൈറ്റമിൻ ഡി സപ്ലിമെന്റ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. കോളജൻ വരെ സപ്ലൈ ചെയ്തിട്ടില്ല, കാൽഷ്യം വരെ കൊടുത്തിട്ടില്ല. വൈറ്റമിൻ ഡി അലോങ് വിത്ത് ഗ്ലൂക്കോസമൈൻ മാത്രം കഴിച്ച ഒരാൾ ആലോചിച്ച് നോക്ക്, നേരത്തെ കണ്ട എക്സ്റേ 2 എല്ലും കൂടെ കൂട്ടി ഒരതുന്നുണ്ടായിരുന്നു. അടുത്ത എക്സ്റേ ആണ്. ഈ എക്സ്റേ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങൾ 2 എല്ലിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്ന്. മുന്നത്തെ സ്ലൈഡ് പ്ലീസ്. യെസ്,
രണ്ടെല്ലിനിടയിൽ വെറും 4.5 മാസം കഴിച്ചിട്ട് കിട്ടുന്ന സാധനം. 4.5 മാസം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്പെൻഡ് ചെയ്ത പൈസ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ 6,500 രൂപ സ്പെൻഡ് ചെയ്തിട്ട് 6,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു നീ റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 ലക്ഷം രൂപ വരും. ഒരു നീ റീപ്ലേസ്മെന്റ് തെറാപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ഡിഗ്രി 40 ഡിഗ്രിയിൽ കൂടുതൽ ആംഗിളിൽ ഒരു മുട്ട് മടക്കാൻ പറ്റില്ല. കണ്ടീഷൻ സപ്ലൈ ആണ് എല്ലാത്തിനും. പിന്നെ ഇതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അവർ പറയുന്നത് ദർ ഈസ് നോ ഗ്യാരണ്ടി, എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം, ഇത് ഡിപ്രീഷിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇത് നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും ഒറിജിനൽ സ്പെയർ പാർട്സിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയിടുവോ ഒറിജിനൽ വാങ്ങിയിടുവോ? നിങ്ങൾ ഇപ്പോൾ 30 ലക്ഷം റുപ്യന്റെ കാറ് വാങ്ങിയിട്ട് അതിന് വണ്ടിയിൽ ഏതെങ്കിലും സ്പെയർ പാർട്സ് ബടക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ തന്നെ റീപ്ലേസ് ചെയ്യും, ശരിയല്ലേ? ഇതിന് ഒറിജിനൽ സ്പെയർ പാർട്ട് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ആസ്പത്രിയിലും ഓപ്പറേഷൻ തിയേറ്ററിലും പൈസ കൊടുത്താൽ കാർട്ടിലേജ് കിട്ടൂല. കാർട്ടിലേജ് കിട്ടണമെങ്കിൽ നമ്മൾ ശരീരം തന്നെ വിചാരിക്കണം. നമ്മൾ ഗ്ലൂക്കോസ് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരീരം നോർമൽ ആയിട്ട് തന്നെ കാർട്ടിലേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ജോയിന്റ് പഴയ അവസ്ഥയിലേക്ക് എത്തും. ആദ്യം കഴിക്കുന്ന സമയത്ത് 2 ആഴ്ച കുറച്ച് വേദന കൂടും, അതൊന്ന് സഹിച്ചാൽ മാത്രം മതി. നിങ്ങൾ നമ്മുടെ വെസ്കെയർ ഓയിൻമെന്റ് തേക്കുക. പറ്റുമെങ്കിൽ തീരെ വേദന സഹിക്കാൻ പറ്റുമെങ്കിൽ 1-2 പെയിൻ കില്ലർ കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോനി യൂസ് ചെയ്യാം, കുർക്കുമിൻ യൂസ് ചെയ്യാം, ഫ്ലാക്സീഡ് ഓയിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ഇതിന്റെ കൂട്ടത്തിൽ. ഓക്കെ, പിന്നീട് പയ്യെ നമുക്ക് കാർട്ടിലേജ് പ്രൊഡ്യൂസ് ഫ്രിക്ഷൻ വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ വേദന ഉണ്ടാവുന്നത്. പിന്നെ പയ്യെ നമുക്ക് വേദന കുറഞ്ഞോളും, മുട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ ഗ്രാജുവലി മിനിമം ഒരു 6 മന്ത്സ് 8 മന്ത്സ് ഒരു 1 ഇയർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റുമാണ്. ഒരുപാട് ആൾക്കാർക്ക് കൊടുത്ത റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിന് കൂടെ നമുക്ക് കാൽഷ്യം വിത്ത് വൈറ്റമിൻ D3 ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. കാൽഷ്യം വിത്ത് വൈറ്റമിൻ D3 ആൻഡ് വൈറ്റമിൻ D സപ്ലിമെന്റ് ഉണ്ട്. വൈറ്റമിൻ D സബ്ലിംഗ്വൽ സ്പ്രേ ഉണ്ട്. വെരി ഫാന്റാസ്റ്റിക് റിസൾട്ട് ഉള്ളതാണ്. തീർച്ചയായിട്ടും തേയ്മാനോ അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ വൈറ്റമിൻ D സപ്ലിമെന്റ് ചെയ്തിരിക്കണം. വൈറ്റമിൻ D നിർബന്ധമായിട്ടും ആവശ്യമാണ്. സബ്ലിംഗ്വൽ സ്പ്രേയിലാണ് നമുക്ക് വൈറ്റമിൻ ഡിയുടെ വരുന്നത്. ലാസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. നോനി അറിയാം, നമുക്ക് എന്താ പറയാ, ഇമ്മ്യൂണിറ്റിന്റെ കലവറയാണ്. ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ജസ്റ്റ് ഓടിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. മോറിൻഡ സിട്രിഫോളിയ എന്ന് പറഞ്ഞ കാക്കോത്തിപ്പഴത്തിന്റെ എക്സ്ട്രാക്ട് ആണ് നോനി ഫ്രൂട്ട് എന്ന് പറയും. ഇതൊരു ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആണ്. നല്ല പുളിയുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും നേരിട്ട് നോനി കഴിക്കാൻ അത്ര ഫീസിബിൾ ആയിട്ട് തോന്നില്ല. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയിട്ടുള്ള ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ട് ആണ് നോനി ഫ്രൂട്ട്. ഇതിന് ഏറ്റവും വലിയ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സെറോണൈൻ എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഉണ്ട് നോനിയിൽ. സെറോണൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സെൽസിന്റെ പോസ് എപ്പോഴും ഓപ്പൺ ആക്കി നിലനിർത്തുന്നുണ്ടാവും. അപ്പൊ സെല്ല് എപ്പോഴും ഒരു എന്താ പറയുക, റിസപ്റ്റീവ് മോഡിലേക്ക് നമ്മൾ സെല്ല് എത്തും. റിസപ്റ്റീവ് മോഡിലേക്ക് സെല്ല് എത്തിയിട്ടുണ്ടെങ്കിൽ പോഷകങ്ങൾ ഈസി ആയിട്ട് നമ്മൾ കോശത്തിലേക്ക് എത്താൻ നോനി ഏറ്റവും കൂടുതൽ സഹായിക്കും. പോഷകങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ന്യൂട്രീഷനാണ് നോനി ഫ്രൂട്ട്. അതേപോലെ തന്നെ അനാൽജസിക് ആണ്. ഒരു പരിധി വരെ നമുക്ക് പെയിൻ റിലീവർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഏറ്റവും നല്ല എഫക്റ്റീവ് ആണ്. പ്രത്യേകിച്ചും ഈ ഡെങ്കിപ്പനി പോലത്തെ പലതരത്തിലുള്ള പനി വന്നതിന് ശേഷം നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത്, അതേപോലെ തന്നെ ലിംഫോസൈറ്റ്സ് കുറവുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആണ്. ആന്റി ബാക്ടീരിയൽ എഫക്റ്റിൽ വരുന്നുണ്ട്. ഈക്കോളൈ ബാക്ടീരിയ ഫൈറ്റ്സ് ഈക്കോളൈ ബാക്ടീരിയ. നമ്മളെ ഗട്ട് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണ് നമ്മുടെ നോനി. അതേപോലെ തന്നെ ആന്റി ഡിപ്രസന്റ് ആണ്. ആന്റി ഡിപ്രസന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. സെറട്ടോണിൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരു പരിധി വരെ നമുക്ക് മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കും. രാത്രി ഉറക്കം സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഉറങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂർ മുൻപ് നമുക്കൊരു 2 ടാബ്ലറ്റ് നോനി കഴിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് എ പ്ലസന്റ് സ്ലീപ്പ് ഓൾസോ. അതിൽ മെലറ്റോണിൻ സബ്ലിംഗ്വൽ സ്പ്രേ നമുക്ക് ലോഞ്ച്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്കിന്നിനും ഹെയറിനും എസ്പെഷ്യലി ഡാൻഡ്രഫിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ടൊക്കെ നോനി വളരെ ഹെൽപ്ഫുൾ ആണ്. ആന്റി ട്യൂമർ ആണ്. നമ്മൾ ശരീരത്തിൽ അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലൊക്കെ ചെറിയ ട്യൂമർ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ട്യൂമർ ഗ്രോത്ത് യൂട്രസിൽ വരാം, ഓവറീസിൽ വരാം, ബ്രെയിനിൽ വരാം, ബ്രസ്റ്റിൽ വരാം, അല്ലെ, പലതരത്തിലുള്ള ഓർഗൻസിൽ വരാം, പാൻക്രിയാസിൽ വരാം, ലിവറിൽ വരാം. ഇന്നലെ ഒരു റിപ്പോർട്ട് അയച്ചെന്ന് 17 സെന്റിമീറ്റർ ആ ലിവറിലെ ട്യൂമർ. 17 സെന്റിമീറ്റർ. പാൻക്രിയാസിനേക്കാൾ വലിയ ട്യൂമറാണ് ലിവറിൽ കിടക്കുന്നത്. അതൊക്കെ നമുക്ക് നോനി കൊണ്ട് പയ്യെ നമുക്ക് ട്യൂമർ സെൽസിനെ നമുക്ക് മെല്ലെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഒരു പരിധിവരെ നോനി നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എനർജി, മെറ്റബോളിക് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് നോനി വളരെ ഹെൽപ്ഫുൾ ആണ്. ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോനി വളരെ ഹെൽപ്ഫുൾ ആണ്.
ഒരു പരിധിവരെ LDL കൊളസ്ട്രോളിനെ ക്രമീകരിക്കാൻ ഹെൽപ്ഫുൾ ആണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഉദര സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ്, അന്നീസിനസ്, ഗ്യാസ്ട്രിക് ഒരു അന്നീസിനസ്, എന്താ പറയാ ഗ്യാസ്ട്രിക് ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ടിനൊക്കെ ഹെൽത്തി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് നോനി ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കോംബയോട്ടിക്സിന്റെ കൂടെ നോനി ആൻഡ് അലോവേറ നല്ല ഒരു ഒരു എന്താ പറയാ ഒരു കോമ്പിനേഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗൽ ആണ്. പ്രീവിയസ് സ്ലൈഡ് പ്ലീസ്, പ്രീവിയസ് സ്ലൈഡ് അല്ല, നോനിന്റെ അതിന്റെ മുന്നത്ത് യെസ്, അതിന്റെ മുന്നത്തെ ഒരു സ്ലൈഡ് കൊണ്ടുണ്ടല്ലോ. യെസ്, ഡൈജസ്റ്റീവ് ഹെൽത്തിന് ആർക്കൊക്കെ നോനി ഉപയോഗിക്കാന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് ഹെൽത്ത്, ദഹന സംബന്ധമായുള്ള പ്രശ്നങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നോനി ഹെൽപ്ഫുൾ ആണ്, കോംബയോട്ടിക്സിനോട് പ്രത്യേകിച്ചും. സർക്കുലേറ്ററി ഹെൽത്ത്, ടിഷ്യൂസ്, സ്കിന്നിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശേഷിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആണ് നോനി. നെക്സ്റ്റ് മെറ്റബോളിക് സിസ്റ്റം, മെറ്റബോളിക് റേറ്റിനെ വർദ്ധിപ്പിക്കും. കാരണം അത് സെറോണൈൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പോഷകങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ട് നോനി വളരെ ഹെൽപ്ഫുൾ ആണ്. സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്തിന് നല്ലതാണ്. മറ്റുള്ള പലതരത്തിലുള്ള എന്താ പറയാ കോൺസെൻട്രേഷൻ, മെന്റാലിറ്റി, അതിന്റെ എന്താ പറയാ മെമ്മറി, ഫിസിക്കൽ പെർഫോമൻസ് ഒക്കെ കൂട്ടാനും നോനി വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മള് ഈ ഒരു സ്ലൈഡ് കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ലാസ്റ്റ് ബട്ട് വൺ യെസ്, ഇന്ന് മുന്നത്ത് യെസ്. ഇത് നമ്മളെ ശരീരത്തിന്റെ വെൽനെസിന്റെ 7 മാർക്കറാണ്. 7 മാർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടെ, നിങ്ങൾ ആരോഗ്യവാനാണ് എന്ന് നിങ്ങൾ തോന്നുന്നെങ്കിൽ ഈ 7 മാർക്കേഴ്സ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നു, ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ലെഫ്റ്റ് അടിക്കാൻ വരട്ടെ സുഹൃത്തെ, ഇത്ര നേരം കേട്ടിട്ട് ഈ സാധനം കേട്ടിട്ട് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നിങ്ങൾ അളക്കണം നിർബന്ധമായിട്ട്. ടേപ്പ് എടുത്തിട്ട് എത്ര വേസ്റ്റ് ഉണ്ട്, എത്ര ഹിപ്പ് ഉണ്ട്. അരേന്റെ ഭാഗവും ബട്ടക്സിന്റെ ഭാഗമാണ് വേസ്റ്റും ഹിപ്പ് എന്ന് പറയുന്നത്. പുരുഷന്മാർക്കാണെങ്കിൽ വേസ്റ്റ് ഡിവൈഡഡ് ബൈ ഹിപ്പ് 0.85 കൂടാൻ പാടില്ല. സ്ത്രീകൾക്കാണെങ്കിൽ 0.95 കൂടാൻ പാടില്ല. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയും. സ്കെലിറ്റൽ മസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, ഇപ്പം BMI അല്ല, BMI യുടെ കാലം കഴിഞ്ഞു. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞു. ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിച്ചത് 1880s ഇത് കണ്ടുപിടിച്ചത് ഒരു ഡോക്ടറോ ഒരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനോ ഒരു ഫാർമസ്യൂട്ടിക്കൽ വർക്ക് ചെയ്യുന്ന ആളോ അല്ല. അത് കണ്ടുപിടിച്ച ഒരു മാത്തമാറ്റീഷ്യനാണ്, കണക്കുപിള്ളയാണ് BMI കണ്ടുപിടിച്ചത്. പിന്നെ 1950-60കളിലാണ് US FDA, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ ടേക്ക് ഓവർ ചെയ്തിട്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒക്കെ ടേക്ക് ഓവർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം തിന്നാനാണ് ഇഷ്ടം, കുടിക്കാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി. ഇന്ന് ആ കാലം കഴിഞ്ഞു. കാരണം എന്താ, നിങ്ങൾ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് എന്ന് പറഞ്ഞ കാലം കഴിഞ്ഞു. ഇന്ന് ഈ 2 സംഗതിയാണ്, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, സ്കെലിറ്റൽ മസിൽസ് ആൻഡ് ബോഡി ഫാറ്റ്. ബോഡി ഫാറ്റും സ്കെലിറ്റൽ മസിൽസും ആണ് വെരി ഇമ്പോർട്ടന്റ്, BMI അല്ല. ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മൊത്തം തൂക്കത്തിന്റെ 20% കൂടാൻ പാടില്ല പുരുഷനാണെങ്കിൽ. സ്ത്രീകളാണെങ്കിൽ 25% കൂടാൻ പാടില്ല. മൊത്തം നിങ്ങളുടെ ശരീരഭാരത്തിന്റെ 20-25% പുരുഷ സ്ത്രീകൾക്ക് കൂടാൻ പാടില്ല. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ വെയിറ്റ് മൈനസ് നിങ്ങളെ ബോൺ വെയിറ്റും നിങ്ങളുടെ ഫാറ്റും. ടോട്ടൽ വെയിറ്റ് മൈനസ് നിങ്ങളെ ബോൺ വെയിറ്റ് പ്ലസ് ഫാറ്റ്, അതിന് എത്ര കിട്ടുന്നു അത് 50% പുരുഷന്മാർക്കും 40% സ്ത്രീകൾക്കും ആവശ്യമാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. നിർബന്ധമായിട്ടും നാളെ രാവിലെ പോയിട്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഫാസ്റ്റിംഗ് ഇൻസുലിനും എടുക്കുക. വൈറ്റമിൻ D നിർബന്ധമായി നമ്മൾ എടുക്കേണ്ട ഒരു ടെസ്റ്റ് ആണ്. C റിയാക്റ്റീവ് പ്രോട്ടീൻ, നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടുതലാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് C റിയാക്റ്റീവ് പ്രോട്ടീൻ എടുത്താൽ വളരെ നന്നായിരിക്കും. യൂറിക് ആസിഡും തീർച്ചയായിട്ടും എടുക്കണം. കാരണം യൂറിക് ആസിഡ് നമ്മൾ ഗൗട്ട് മാത്രമല്ല, നമ്മളെ മെറ്റബോളിക് വേസ്റ്റ് മാത്രമല്ല, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഹാർട്ട് ബ്ലോക്ക് വരെ ഉണ്ടാക്കാൻ യൂറിക് ആസിഡ് ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 7 മാർക്കേഴ്സ് നമ്മൾ അളക്കുന്നത് വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് എല്ലാം കവർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ 750 രൂപയും 1200 രൂപയുടെയും പൈസയായിട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഹെൽത്ത് മാത്രമല്ല വെൽത്തും കൂടെ വേണ്ടേ, പൈസയും കൂടെ വേണ്ടേ, ആലോചിച്ച് നോക്കും. ഈ പ്രൊഡക്റ്റിന്, ഈ 5 പ്രൊഡക്റ്റ് നമ്മൾ നല്ല രീതിയിൽ ഗ്രഹിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ 3 ഗ്ലൂക്കോസമിനും 2 നോനിയും 2 കാൽഷ്യവും 2 CMD ഒരു ബില്ലിൽ നിങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 750 രൂപ ഇൻസെന്റീവിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇത് 7500 രൂപയൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് കഴിഞ്ഞ മാസം ഞാൻ മനസ്സിലാക്കിയത്. 7500 രൂപ. ഇതേപോലെ ഹെൽത്ത് പാക്കില് 10 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആലോചിച്ച് നോക്ക്, ഹെൽത്തും വെൽത്തും
ഈ പഠിച്ച കാര്യങ്ങൾ ഒരു 10 ആർത്രൈറ്റിക് പേഷ്യന്റിനും അതേപോലെ തന്നെ എന്താ പറയാ കൈകാലികൾ ആർത്രൈറ്റിക് പേഷ്യന്റിന് തന്നെ CMD വേണ്ടി വരും തീർച്ചയായിട്ടും. ആർത്രൈറ്റിക് പേഷ്യന്റിന് ഫ്ലാക്സ് ഓയിൽ വേണ്ടി വരും. ആർത്രൈറ്റിക് പേഷ്യന്റിന് കാൽഷ്യം വേണ്ടി വരും. ആർത്രൈറ്റിക് പേഷ്യന്റ് നോനി അനാൽജസിക്കും ആണ്, നോനി ആന്റി ഇൻഫ്ലമേറ്ററിയും ആണ്. ഒരു ആർത്രൈറ്റിക് പേഷ്യന്റിന് ഈ പ്രൊഡക്റ്റ് എല്ലാം വേണ്ടി വരും. അപ്പൊ നല്ലൊരു പാക്കേജ് ആയിട്ട് ഒരു ആർത്രൈറ്റിക് പേഷ്യന്റിന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 10 പേരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 12,000 രൂപ വരെ നമുക്ക് അഡീഷണൽ ഉണ്ടാക്കാൻ പറ്റും. ഇൻസെന്റീവും ഡയറക്ടർ ബോണസും LOBയും ട്രാവൽ ഫണ്ടും ഒന്നും കൂടാതെ കണ്ട്. അപ്പം ഹെൽത്തിനോടൊപ്പം നമുക്ക് വെൽത്ത് കൂടെ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അപ്പം ഏകദേശം 1 മണിക്കൂറും 36 മിനിറ്റും എന്നെ സഹായിച്ച നിങ്ങൾ ഓരോരുത്തർക്കും വളരെ നന്ദി. ഏകദേശം 400-420 വരെ പാർട്ടിസിപ്പൻസ് പോയി തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഡിലേ ആയതിന് നിങ്ങൾ എന്നോടൊന്നും വരുത്തും വിചാരിക്കരുത്. കാരണം നമുക്ക് ആ ഫ്ലോ എന്തായാലും കിട്ടണം. ഞാൻ പ്രസന്റേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സാർ. നമുക്കറിയാം വളരെ വണ്ടർഫുൾ സെഷൻ അല്ലെ. നമുക്ക് ഒരുപാട് നോളജ്, നമുക്കറിയാം ഈ ഒരു മേഖലയിലാണ് ഇത്രയൊരു നോളജും കാര്യങ്ങളും കിട്ടുള്ളൂ. നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, മറ്റുള്ളൊരു ആരോഗ്യം എങ്ങനെ പ്രദാനം ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞു. സാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ടൈം കുറവാണ്. അപ്പോൾ പറ്റുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. ഹലോ സർ, എൻ്റെ ഡൗട്ട് ഈ കോംബയോട്ടിക്സ് പറഞ്ഞതിന്റെ കൂട്ടത്തില് കേൾക്കാവോ സർ? യെസ് പറഞ്ഞോളൂ. ആ കോംബയോട്ടിക്സ് പറഞ്ഞ കൂട്ടത്തില് ഈ സിസേറിയൻ കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഗട്സിന്റെ ആരോഗ്യം കുറവായിരിക്കും പറഞ്ഞില്ലേ? അപ്പൊ അതിന് അവർക്ക് കോംബയോട്ടിക്സ് കൊടുക്കാൻ പറ്റുമെന്നാണോ ഇത് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അതിന്റെ ഒരു കുട്ടികൾക്കാണ് എത്ര വയസ്സ് കുട്ടി? 3 to 7. എബവ് 7-8 ഒക്കെ ആണെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 3